ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ മാത്യൂസ്. എല്ലാവരും അവസാനവട്ട ഒരുക്കത്തിലാണെന്നറിയാം ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ. ഈ ശനിയാഴ്ച ഫസ്റ്റ് ഫേസ് പ്രിലിംസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഒരു 2-3 കാര്യങ്ങൾ ആദ്യം ഒന്ന് ക്ലാസ്സിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ. ചെറിയൊരു ക്ലാസ്സാണ്, ഒരു ഫൈനൽ റിവിഷൻ പോലെയാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ ആ ഓഷ്യൻ കറൻസ് എല്ലിനോ ലാലിനൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. സോ അതുകൊണ്ടാണ് അത് എടുക്കാൻ വന്നേക്കുന്നത്. അതിന് മുമ്പ് ഒരു 2-3 കാര്യം പറഞ്ഞ് ക്ലാസ്സിലേക്ക് വരാം. എക്സാം ഹോളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പം ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്ന ആളുകളോടാണ്, ശനിയാഴ്ച എഴുതുന്നവരോടാണ് പറയുന്നത്. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, എല്ലാ അധ്യാപകരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടെ അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എല്ലാവരും പറയുന്ന പോലെ തന്നെ തലേന്ന് രാത്രി നന്നായിട്ട് കിടന്നുറങ്ങുക, രാവിലെ കുളിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അവിടെ ചെന്നാൽ തന്നെ ഒത്തിരി വലിയ ബഹളങ്ങൾക്കോ സംസാരങ്ങൾക്കോ ഒന്നും പോകാതെ എവിടെയെങ്കിലും വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് പോയി ഇരുന്ന് എക്സാം പോയി എഴുതുക. ഇനി വലിയ ടെൻഷനോ ഓവറായിട്ടുള്ള തിങ്കിങ്ങോ ഒന്നും വേണ്ട. എക്സാം ഹോളിൽ ചെന്നിട്ട് നമ്മുടെ പേഴ്സണൽ മറ്റ് പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ച്, അങ്ങനെയുള്ള എല്ലാ ടെൻഷൻസും മാറ്റി വെച്ചിട്ട്, എല്ലാ വിഷമങ്ങളും മാറ്റി വെച്ചിട്ട് പൂർണ്ണമായിട്ടും എക്സാമിനകത്തോട്ട് ഇൻവോൾവ് ആവുക. ഓക്കെ, ഇനിയുള്ള കാര്യം ഇമ്പോർട്ടൻ്റാണ്. ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ കഴിഞ്ഞ പ്രിലിംസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ 5ഉം 6ഉം 10ഉം 12ഉം 17ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത പരീക്ഷകളുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നമ്മുടെ മനസ്സിൽ വേണം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒന്നും ക്ലാരിറ്റി ഇല്ല, തെറ്റായിരിക്കും, അത് ഭാവിയിൽ ഡിലീഷനിലേക്ക് പോകേണ്ടതാണ് എന്നൊരു തോട്ട് എപ്പോഴും മൈൻഡിലുണ്ടാവണം, മനസ്സിലുണ്ടാവണം. ക്ലിയർ? ഇടയ്ക്ക് ഏതെങ്കിലും ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്തോ കുഴപ്പമുണ്ട്, ഇത് തെറ്റാണ് എന്ന് കണ്ട് അടുത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യം, ഡിഗ്രി പ്രിലിംസിന് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു സ്ട്രാറ്റജി നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിയാണ്. ചിലർക്ക് ഇംഗ്ലീഷ് മലയാളം ഒക്കെ ആയിരിക്കും, ചിലർക്ക് മാത്സ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് GK ആയിരിക്കും എളുപ്പം. നിങ്ങളുടെ കംഫർട്ടബിൾ ഏരിയ, നിങ്ങളുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏരിയ ആദ്യം അറ്റൻഡ് ചെയ്ത് അവിടെ അത് സ്കോർ ചെയ്യുക മാക്സിമം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നമ്മുടെ കോഡിനകത്ത് ആദ്യത്തെ മാത്സ് ആയിരിക്കും. നമ്മൾ 1 to 100 ചെയ്യാവുന്ന ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു പരിപാടി അങ്ങ് ചെയ്യുന്നത് നല്ലതല്ല. കാരണം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് സമയം കിട്ടാതെ വരും. കാരണം ഡിഗ്രിയിലൊരു പരീക്ഷയാണ്, നമുക്ക് സമയം കിട്ടാതെ വരാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഇഷ്ടംപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് അറിയാവുന്ന വളരെ എളുപ്പമുള്ള ഇഷ്ടംപോലെ ചോദ്യങ്ങൾ മിസ്സാവുന്ന സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് ആദ്യം തന്നെ ഏറ്റവും നമ്മൾ ഓക്കെ ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ഉത്തരം കിട്ടും, ഇതെൻ്റെ ഏരിയ ആണ്, ഞാൻ പഠിച്ച ഏരിയ ആണ് എന്നുള്ള ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ആദ്യം വർക്കൗട്ട് ചെയ്ത് പോവുക. അതെല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഒരിക്കലും നല്ല ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ആലോചിച്ച് ഒരു 75% എനിക്കൊരു അതിനകത്ത് അറിവുള്ളൂ, അല്ലെങ്കിൽ ഒരു 50% എനിക്കിതിനെപ്പറ്റി ധാരണയുള്ളൂ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ? അപ്പം ഒരിക്കലും നമുക്കറിയാവുന്ന ഒരു വിഷയം പോലും നമുക്ക് മിസ്സാവരുത്. അറിയാവുന്ന ഒരു ചോദ്യം പോലും നമുക്ക് ഒരിക്കലും തെറ്റരുത്. ക്ലിയർ? കാരണം അവിടെ ഒരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട് ആദ്യം തന്നെ കയറി 1ാമത്തെ ഓപ്ഷൻ കറപ്പിച്ചിട്ട് ഒന്നുകൂടെ വായിച്ച് നോക്കുമ്പോഴാണ് 3ാമത്തെ ഓപ്ഷൻ ആയിരുന്നു ശരി. കാരണം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോഴറിയാം, ഇത് ഞാൻ പഠിച്ച ഏരിയ ആണ്, ഇത് എൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്ന് കണ്ട് പെട്ടെന്ന് ചാടി നമ്മൾ എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. സോ അങ്ങനെയുള്ള തെറ്റ് വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഏരിയാസ് പെട്ടെന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന കുറച്ച് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. ഒരു റിവിഷൻ പോലെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞു തരുന്നത് ഓഷ്യൻ കറൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ ജോഗ്രഫിയുടെ കേസ് എടുത്താൽ, വേൾഡ് ജോഗ്രഫി, വേൾഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ എക്കണോമിക്സ് ഒക്കെ അത്യാവശ്യം ജനറൽ സബ്ജക്ട്സിൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ്. അപ്പം കേരള PSCയിൽ ഒരു ഡിഗ്രിയിലുള്ള പരീക്ഷ കണക്കാക്കുമ്പോൾ അവിടെ ഒരിക്കലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഫോളോ ചെയ്യാറില്ല PSC. പലപ്പോഴും പുതിയ പുതിയ ചോദ്യങ്ങൾ ഈ 3 വിഷയങ്ങളിൽ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. മറ്റു പല വിഷയങ്ങൾക്കും ഒരു ചാനൽ ഒരു ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ടെക്സ്റ്റിനകത്തുനിന്ന് തന്നെ പൂർണ്ണമായിട്ടും കൺഫൈൻഡ് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുറച്ച് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി കുറേ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും കവർ ചെയ്യാത്ത ഏറ്റവും ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. സോ ഇനി പുതിയ ചോദ്യങ്ങൾ, ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ പല വെല്ലുവിളി ഉയർത്തുന്ന ഒരു മേഖലയാണ് ഈ 3 വിഷയങ്ങൾ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്ന്. അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ള രീതി ആലോചിച്ചിട്ടാണ് ഞാൻ കുറച്ച് ലൈവ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറിൻ്റെ ലൈവ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഇതേ ചാനലിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ലൈവിനകത്ത് അവിടെ ആദ്യത്തെ 40 മിനിറ്റ് ഞാൻ ലാൻഡ് ഫോംസ് എടുത്തിട്ടുള്ളത്. ഡിഗ്രി എക്സാംസിൽ ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കിംഗ് ആയി മാറിയിട്ടുള്ളത് ലാൻഡ് ഫോംസാണ്. അപ്പോൾ അതിനകത്ത് ചില പ്രത്യേക ലാൻഡ് ഫോംസ് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നത് നിങ്ങൾ നോക്കിയിട്ട് പോകണം. പ്രത്യേകിച്ച് അണ്ടർഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെട്ട ലാൻഡ് ഫോംസ്, കേവ്സ്, അതുപോലെ തന്നെ ലാപ്പീസ്, പിന്നെ പറഞ്ഞു സിങ്ക് ഹോൾസ്,
ഡൊളീൻസ് ഒക്കെ നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. ഗ്ലേഷ്യേഴ്സുമായി ബന്ധപ്പെട്ട ലാൻഡ് ഫോംസ്, ഓക്കെ, ഡ്രംലിൻസ്, റൈറ്റ്സ്, സിർക്സ്, മൊറൈൻസ് എല്ലാം നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസുകൾ നിങ്ങൾ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആ ക്ലാസ്സിനകത്ത് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഇതുവരെ ആ ഒരു ടോപ്പിക്ക് കണ്ടിട്ടില്ല, ഇതുവരെ അത് പഠിച്ചിട്ടില്ലാത്തവർ 40 മിനിറ്റ് എങ്കിലും കാണുക. പിന്നെ മാരത്തോൺ നമ്മൾ ഡിഗ്രി ലെവലിൽ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ മാരത്തോൺ കഴിവതും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാ അധ്യാപകരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ നോക്കിയായിരിക്കുമല്ലോ മാരത്തോൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഒരു ധാരണ, ഒരു ഓവറോൾ ഒരു ധാരണ, പെട്ടെന്ന് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടാനായിട്ട് മാരത്തോൺ സഹായിക്കും. സോ ഇത്രയൊക്കെ ചെയ്തിട്ട് എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടെ ഞാൻ ആശംസകൾ നേരുന്നു, പ്രാർത്ഥനകളും. ക്ലാസ്സിലേക്ക് പ്രവേശിച്ച ആദ്യം തന്നെ ഞാൻ ഓഷ്യൻ കറൻസിലേക്ക് പോവുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓഷ്യൻ കറൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഓഷ്യൻ കറൻസിന് കാരണമാകുന്നത് പ്രധാനപ്പെട്ട പ്രൈമറി റീസൺ ആയിട്ട് പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഒന്നാമത്തത് വിൻഡ്, കാറ്റ്, പ്രിവെയിലിംഗ് വിൻസ് അല്ലേ? നമ്മുടെ ട്രേഡ് വിൻസ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ് തുടങ്ങിയ കാറ്റുകൾ എന്തിന് കാരണമാകുന്നുണ്ട്? ട്രേഡ് വിൻസിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, പ്രൈമറി റീസൺ ആയിട്ട് പറയുന്നു. രണ്ടാമത്തെ ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചർ അല്ലേ? ഓഷ്യൻ വാട്ടറിന് എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ അല്ല, വ്യത്യസ്ത രീതിയിലാണ് ഓഷ്യൻ വാട്ടർ അല്ലെങ്കിൽ സമുദ്രജലം ചൂടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഡെൻസിറ്റി, സലൈനിറ്റി ഡിഫറൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ക്ലിയർ? രണ്ടാമത്തെ അത് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഏതാണ്? മൂന്നാമത്തത് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി, ഭൂമിയുടെ ഗ്രാവിറ്റി പലപ്പോഴും ഓഷ്യൻ കറൻസിൽ സ്വാധീനം ചെലുത്താറുണ്ട്. ഇപ്പം ഡെൻസർ ആയിട്ടുള്ള ഓഷ്യൻ വാട്ടർ താഴേക്ക് വെർട്ടിക്കലി മൂവ് ചെയ്യാറുണ്ട്, ഹൊറിസോണ്ടലി അല്ല വെർട്ടിക്കലി താഴേക്ക് പോകാറുണ്ട്. കാരണം ഡെൻസർ ആയിട്ടുള്ള ഓഷ്യൻ വാട്ടർ താഴേക്ക് പോകും നമുക്കറിയാം. ഗ്രാവിറ്റി കാരണമാകുന്നുണ്ട്. 4 കോറിയോലിസ് എഫക്റ്റും ഭൂമിയുടെ റൊട്ടേഷനും ഒക്കെ. കോറിയോലിസ് എഫക്റ്റ്, ഓക്കെ, കോറിയോലിസ് എഫക്റ്റ്. അതുപോലെ തന്നെ ഭൂമിയുടെ റൊട്ടേഷൻ കാരണമാണല്ലോ കോറിയോലിസ് എഫക്റ്റ് ഉണ്ടാകുന്നത്, ഭൂമിയുടെ ഭ്രമണം കാരണമാണല്ലോ. സോ ഇതെല്ലാം പ്രൈമറി റീസൺസ് ആയി മാറാറുണ്ട്. എന്തിൻ്റെ? ഓഷ്യൻ കറൻസിന്റെ പ്രൈമറി റീസൺസ് ആയി മാറാറുണ്ട്. പ്രധാനമായിട്ടും 3 സമുദ്രങ്ങളിൽ നമ്മൾ ഓഷ്യൻ കറൻസ് പറയുന്നത് അല്ലെ? പസഫിക്കിൽ, അറ്റ്ലാന്റിക്കിൽ, ഇന്ത്യൻ ഓഷ്യനിൽ, ഇത്രയും സമുദ്രങ്ങളിലാണ് ഓഷ്യൻ കറൻസ് പറയുന്നത്. മെയിനായിട്ടും ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു എന്തിൻ്റെയാണ്? നമ്മുടെ വിൻഡിന്റെ ഒരു സ്വാധീനം, ഇമ്പാക്റ്റ് ആണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഇപ്പം ഇവിടെ ഞാൻ ഈ വരച്ചേക്കുന്ന ഭാഗം ട്രോപ്പിക്കൽ റീജിയൻ ആണ്, ഭൂമിയുടെ ഉഷ്ണമേഖലാ പ്രദേശമാണ്. ട്രോപ്പിക്കൽ റീജിയനിൽ ഇവിടെ ഈ ഭാഗത്തേക്ക് വീശുന്ന കാറ്റ് എന്ന് പറയുന്നത് ട്രേഡ് വിൻസ് ആണ് അല്ലെ? ട്രോപ്പിക്കൽ റീജിയനിൽ ഈ ഭാഗത്തേക്ക് വീശുന്ന കാറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് വിൻസ് ആണ്. ഓക്കെ, ട്രേഡ് വിൻസ്. ട്രേഡ് വിൻസിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ട്രേഡ് വിൻസിന്റെ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖ പ്രദേശത്തെ ഓഷ്യൻ കറൻസ് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഈ ട്രേഡ് വിൻസിന്റെ സ്വാധീനത്താൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കായിരിക്കും ഇവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ട്രോപ്പിക്കൽ റീജിയൻ കഴിഞ്ഞു മിഡ് ലാറ്റിറ്റ്യൂഡ്സ്. മിഡ് ലാറ്റിറ്റ്യൂഡ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ സമുദ്രജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്നത് വെസ്റ്റേർലീസ് ആയിരിക്കും. മിഡ് ലാറ്റിറ്റ്യൂഡ്സിൽ ഇവരെ സ്വാധീനിക്കുന്നത് ആരായിരിക്കും? വെസ്റ്റേർലീസ് ആയിരിക്കും. ഒപ്പം കോറിയോലിസ് എഫക്റ്റും, വെസ്റ്റേർലീസും ഒപ്പം കോറിയോലിസ് എഫക്റ്റും ആയിരിക്കും ഈ പറഞ്ഞ ഓഷ്യൻ കറൻസിനെ ഇവിടെ സ്വാധീനിക്കുന്നത്. ആൻഡ് ഫൈനലി ഈ ഭാഗത്തുനിന്ന് ഈ ലാബ്രഡോർ കറണ്ട് പോലെയുള്ള ഓഷ്യൻ കറൻസ് ഒക്കെ ഇങ്ങോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ, ഈ ഭാഗത്തേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫാക്ലാൻഡ് കറണ്ട് കണ്ടോ, ഇതൊക്കെ ഇങ്ങോട്ട് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തിന്റെ സാന്നിധ്യമുണ്ട്? പോളാർ ഈസ്റ്റേർലീസിന്റെ അല്ലെ? ഈ ഭാഗത്ത് എന്തിന്റെ സാന്നിധ്യമുണ്ട്? ധ്രുവ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഇങ്ങോട്ട് വിൻഡ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്, പോളാർ ഈസ്റ്റേർലീസിന്റെ സ്വാധീനമുണ്ട്. സോ അതുകൊണ്ട് ആ രീതിയിൽ ഓഷ്യൻ കറൻസ് ഇങ്ങോട്ട് വരാം. സോ പ്രൈമറി റീസൺ ആയിട്ട് ഈ കാറ്റുകളുടെ മൂവ്മെന്റ് ഓഷ്യൻ കറൻസിനെ സ്വാധീനിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ 3 കാറ്റുകൾ, ഗ്ലോബൽ വിൻഡുകൾ എന്നറിയപ്പെടുന്ന ട്രേഡ് വിൻഡ്, അതേപോലെ തന്നെ രണ്ടാമത്തെ ഏതാ പറഞ്ഞേ വെസ്റ്റേർലീസ്, മൂന്നാമത്തെ ഏതാ പറഞ്ഞേ പോളാർ ഈസ്റ്റേർലീസ്. ഇതൊക്കെ ഓഷ്യൻ കറൻസിനെ സ്വാധീനിക്കാറുണ്ട്. ഓരോ ഇവിടെ നോക്കി ഓരോ ഓഷ്യനും നമുക്ക് നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് പസഫിക് ഓഷ്യനിലേക്ക് നമുക്ക് പോകാം. പസഫിക് ഓഷ്യനിലേക്ക് വരുവാണെങ്കിൽ ഓഷ്യൻ കറൻസ് ഏതെല്ലാമാണ്? പ്രധാനപ്പെട്ട ഓഷ്യൻ കറൻസ് ഇവിടെ ഏതെല്ലാമാണ് നോക്കിക്കേ. പസഫിക് ഓഷ്യനിൽ ട്രേഡ് വിൻസിന്റെ സ്വാധീനത്താൽ ഇവിടെ ആദ്യത്തെ ഇക്വേറ്ററിനോട് ചേർന്നുള്ള 2 പ്രധാനപ്പെട്ട കറൻസ് എന്ന് പറയുന്നത് നോർത്തും സൗത്തും ഇക്വറ്റോറിയൽ കറൻസ് ആണ്. ഇവർ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് ഓഷ്യൻ കറണ്ട്. ഓക്കെ, ഇനി ഇവർക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട് എന്ന് പറഞ്ഞൊരു കറണ്ട് ഭൂമിയുടെ ഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഇമ്പാക്റ്റിനാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ഓക്കെ, നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് എന്തായി മാറുന്നു? പതുക്കെ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് കോറിയോലിസ് എഫക്റ്റിന്റെ സ്വാധീനത്താൽ ഇവിടുന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കുറോഷിയോ കറണ്ടായി മാറുന്നു. ഏത് കറണ്ടായി മാറുന്നു? കുറോഷിയോ കറണ്ട്. കേട്ടോ, നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഏത് കറണ്ടായി മാറുന്നു? കുറോഷിയോ കറണ്ടായി മാറുന്നു. ക്ലിയർ? ഇനി നെക്സ്റ്റ്, ഈ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടിന് ഒരു ഭാഗം ഈ ജപ്പാന്റെ ഈ ഒരു ഭാഗത്തേക്ക് കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരു തവണ PSC അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര്
സുഷിമ കറണ്ട് എന്നാണ് കേട്ടോ. അതിന്റെ പേര് എന്താണ് ഇവിടെ എഴുതാം, സുഷിമ കറണ്ട് കേട്ടോ. സുഷിമ കറണ്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി ഈ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടിന് എന്ത് സംഭവിക്കുന്നു? നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടിന് എന്ത് സംഭവിക്കുന്നു നോക്കിക്കോ. അത് നോർത്ത് പസഫിക് കറണ്ട് എന്ന പേരിൽ ഇങ്ങോട്ടേക്ക് വരുന്നു. നോർത്ത് പസഫിക് കറണ്ട് കേട്ടോ. നോർത്ത് പസഫിക് കറണ്ട് എന്ന പേരിൽ ഇങ്ങോട്ട് വരുന്നു. ക്ലിയർ? ഇനി നെക്സ്റ്റ്, ഈ നോർത്ത് പസഫിക് കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ദേ ഈ അലാസ്കയുടെ ഭാഗത്തേക്ക്, ഇതാണല്ലോ അലാസ്ക. ഓക്കെ, ആ ഭാഗത്തേക്ക് അലാസ്കൻ കറണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയൻ കറണ്ട് എന്ന പേരിൽ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നീട് വീണ്ടും ഇത് തണുത്ത് കോൾഡ് കറണ്ട് ആയിട്ട് തിരിച്ചു വരുന്നു. അതാണ് കാലിഫോർണിയ കറണ്ട്. സോ ഇവിടെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ തന്നെ ഈ കുറോഷ്യോ കറണ്ടിന്റെ ഭാഗത്തേക്ക് ഒഖോസ്ക് എന്ന് പറയുന്ന ഒരു കോൾഡ് കറണ്ടും, ഇനി ഇവിടുന്ന് ആർട്ടിക്കിൽ നിന്ന് ബെറിങ് സ്ട്രൈറ്റ് വഴി, നമ്മുടെ ബെറിങ് സ്ട്രൈറ്റ് വഴി ഒയാഷ്യോ എന്നറിയപ്പെടുന്ന ഒരു ഓഷ്യൻ കറണ്ടോടെ വരുന്നുണ്ട്. ഇത്രയുമാണ് പസഫിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ച് നോർത്ത് പസഫിക്കുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട കറണ്ട്സ്. ഇനി സൗത്ത് പസഫിക്കിലേക്ക് വന്നാൽ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, ഇതൊരു വാം കറണ്ടാണ്. ഈ വാം കറണ്ട് എന്തായി മാറുന്നു? പതുക്കെ ഇടത്തോട്ട് ലെഫ്റ്റിലേക്ക് ഡിഫ്ലേറ്റ് ചെയ്യുന്നു. കോറിയോലിസ് എഫക്ട് കാരണം അത് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ടായി മാറുന്നു. ഈ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് പതുക്കെ അങ്ങോട്ട് പോകുന്നു. ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് സൗത്ത് പസഫിക് കറണ്ടായി മാറുന്നു. അത് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റുമായിട്ട് കൂടിച്ചേരുന്നു. പിന്നീട് അത് കോൾഡ് കറണ്ടായിട്ട്, പെറു കറണ്ട് എന്ന കോൾഡ് കറണ്ടായിട്ട് അത് തിരിച്ചു വരുന്നു കേട്ടോ. പെറു കറണ്ട് എന്ന കോൾഡ് കറണ്ടായിട്ട് ഇത് തിരിച്ചു വരുന്നു. ക്ലിയർ അല്ലേ? സോ ഇവിടെ കോൾഡ് കറൻസ് ഏതെല്ലാമാണ്? ഈ ഭാഗത്ത് പറഞ്ഞ കോൾഡ് കറൻസ് ഏതെല്ലാമാണ് നോക്കിക്കേ. ഏതാ പറഞ്ഞേ? യെസ്, കാലിഫോർണിയ കറണ്ട് കോൾഡ് കറൻസ് ആയിരുന്നു. ഒഖോസ്ക് എന്നറിയപ്പെടുന്ന കറണ്ട് കോൾഡ് കറണ്ട് ആയിരുന്നു. ഈ പറഞ്ഞ ഒയാഷ്യോ കറണ്ട് കോൾഡ് കറണ്ട് ആയിരുന്നു. പിന്നെ ഏതാ പറഞ്ഞ പെറു കറണ്ട് കോൾഡ് കറണ്ട് ആയിരുന്നു കേട്ടോ. പെറു കറണ്ട്, ഇത്രയും കോൾഡ് കറൻസ് ആണ്, ശീതജല പ്രവാഹങ്ങളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് വരാം. അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ്? ആഫ്രിക്ക ഉണ്ട്, പിന്നെ ഏതാ ഇത്? യൂറോപ്പ്, സോറി ഇത് ആഫ്രിക്ക അല്ല, സൗത്ത് അമേരിക്കയാണ്. സൗത്ത് അമേരിക്ക ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട് ഈ ഭാഗത്ത്, ഇവിടെ യൂറോപ്പ്, ഇത് ആഫ്രിക്ക, ഇതാണ് ആഫ്രിക്ക. ക്ലിയർ? ഇത്രയും ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ടാണ് ഈ ഓഷ്യൻ കറൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റ്ലാന്റിക് ഓഷ്യൻ ഉള്ളത്. മറ്റ് രണ്ട് സമുദ്രങ്ങളിൽ, മറ്റേ പസഫിക്കിൽ പറഞ്ഞതുപോലെ തന്നെ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടും സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഇവിടെയുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട് അതിന്റെ മിഡിൽ പോർഷനിലൂടെ പോകുന്നു. ഈ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് വാം കറണ്ടാണ്. അത് എന്തായി മാറുന്നു? ഗൾഫ് സ്ട്രീമായി മാറുന്നു. ഈ ഗൾഫ് സ്ട്രീം നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന പേരിൽ അത് പതുക്കെ യൂറോപ്പിന്റെ ഭാഗത്തേക്ക് പോകുന്നു കേട്ടോ. ഈ യൂറോപ്പിലെ പല പ്രദേശങ്ങളും അതീവ ശൈത്യത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, അല്ല അതികഠിന ശൈത്യത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ ഗൾഫ് സ്ട്രീമിന്റെ തുടർച്ചയായിട്ടുള്ള നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആണ്. അത് പിന്നീട് നോർവീജിയൻ കറണ്ട് എന്ന പേരിൽ പതുക്കെ യൂറോപ്പിന്റെ നോർത്ത് സൈഡിലേക്ക് നീങ്ങിപ്പോകുന്നു. കോൾഡ് കറണ്ട് ആണ്. ഇപ്പൊ ഈ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന കോൾഡ് കറണ്ടാണ്. ഇത് കോൾഡ് കറണ്ടായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അതിന്റെ പേരാണ് കാനറി കറണ്ട്. കാലിഫോർണിയയുടെ സ്ഥാനത്ത് ഈ പറഞ്ഞ കാനറി കറണ്ട് വരുന്നുണ്ട്. ഈ കാനറി കറണ്ടിന്റെ സാന്നിധ്യമാണ് തന്നെ ഈ ആഫ്രിക്ക, ഇവിടെ സഹാറ മരുഭൂമിയുടെ മരുവൽക്കരണം അല്ലെങ്കിൽ അവിടുത്തെ ഒരു അരിഡ് റീജിയനായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കാനറി കറണ്ട്. നോക്കി എത്ര ക്ലോസ് ആണെന്ന് നോക്കി, ഏത് ഭാഗമായിട്ട്? ആഫ്രിക്കയുടെ നോർത്തുമായിട്ട് അല്ലെങ്കിൽ സഹാറ റീജിയനുമായിട്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ബ്രസീലിയൻ കറണ്ട് എന്ന ഒരു വാം കറണ്ടായിട്ട് മാറുന്നു, ബ്രസീലിയൻ കറണ്ട്. പിന്നീട് അത് സൗത്ത് അറ്റ്ലാന്റിക് കറണ്ടായി മാറുന്നു. അത് ആരുമായിട്ട്? വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കോൾഡ് കറണ്ട് ഉണ്ട്, അതുമായിട്ട് മിക്സ് ആവുന്നു, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റുമായിട്ട് മിക്സ് ആവുന്നു. പിന്നീട് ബെൻഗ്വേല കറണ്ട് കണ്ടോ, ബെൻഗ്വേല കറണ്ട് എന്ന കോൾഡ് കറണ്ടായിട്ട് തിരിച്ചു വരുന്നു. ബെൻഗ്വേല കറണ്ട് ഇവിടെ കലഹാരി എന്ന് പറയുന്ന ഡെസേർട്ട് ആഫ്രിക്കയിൽ ഉണ്ടാവാനുള്ള കാരണം ബെൻഗ്വേല എന്ന കോൾഡ് കറണ്ടാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഈ ഗൾഫ് സ്ട്രീമിന്റെ ഈ നോർത്ത് ഇക്വറ്റോറിയലിന്റെ ഒരു ഭാഗം, ഇവിടെ ഈ ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് ഇതിങ്ങനെ. ഓക്കെ, അതിന്റെ പേരാണ് ഫ്ലോറിഡ കറണ്ട് കേട്ടോ. ഇതിന്റെ പേരാണ് എന്ത്? ഫ്ലോറിഡ കറണ്ട്. ഇങ്ങോട്ടേക്ക് ഈ സൗത്ത് ഇക്വറ്റോറിയലിന്റെ കറണ്ടിന്റെ ഈ ഭാഗത്തേക്ക് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിൽ നിന്ന് ഒരു കോൾഡ് കറണ്ട്, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിന്റെ ഒരു ബ്രാഞ്ച് ഈ പറഞ്ഞ ബ്രസീലിയൻ കറണ്ടിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ബ്രസീലിയൻ കറണ്ടിന്റെ ഭാഗത്തേക്ക്, സൗത്ത് അമേരിക്കയുടെ ഭാഗത്തേക്ക്. ക്ലിയർ? അതിന്റെ പേരാണ് ഫാക്ലാൻഡ് കറണ്ട് കേട്ടോ. ഫാക്ലാൻഡ് കറണ്ട് ഞാനിത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ഇതാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക്. ഓക്കെ, നോക്കാം. ഇവിടെ കുറോഷ്യോ കറണ്ട്, പസഫിക്കിലെ കാര്യമാണ് പറയുന്നത്. കുറോഷ്യോ കറണ്ട്, ഇപ്പുറത്ത്
കാലിഫോർണിയ കറണ്ട് കണ്ടോ, അത് കോൾഡ് കറണ്ട് ആണ്. കുറോഷ്യോ കറണ്ട് എന്താണ്, വാം കറണ്ട് ആണ്. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്, പസഫിക്കിലെ മറ്റൊരു വാം കറണ്ട് പ്രധാനപ്പെട്ടത്. ഇവിടെ എന്തുണ്ട്, പെറു കറണ്ട്, മറ്റൊരു കോൾഡ് കറണ്ട് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ഡെമോൺസ്ട്രേഷൻ ആണ്. ക്ലിയർ. ഇനി ഇവിടെ വേറെയും കറണ്ട്സ് ഉണ്ട്, ഞാൻ കുറെ കറണ്ട്സ് പഠിപ്പിച്ചായിരുന്നു അല്ലെ. എന്തായി മാറുന്നുണ്ട്, ഈ കുറോഷ്യോ കറണ്ട് നോർത്ത് പസഫിക് കറണ്ടിന്റെ ഭാഗത്തുനിന്ന് അലാസ്കൻ കറണ്ട് എന്ന് പറഞ്ഞൊരു കറണ്ട് ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അലാസ്കൻ കറണ്ട് ഒരു വാം കറണ്ട്, ബ്രിട്ടീഷ് കൊളംബിയൻ കറണ്ട് എന്നറിയപ്പെടുന്നു. ഇങ്ങോട്ടേക്ക് ഒഖോസ്ക്, ഒയാഷിയോ എന്നീ 2 ഓഷ്യൻ കറണ്ട്സ് വരുന്നുണ്ട്. ഒഖോസ്ക്, ഒയാഷിയോ 2 വരുന്നുണ്ട്. ക്ലിയർ. ഇനി അറ്റ്ലാന്റിക്കിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഗൾഫ് സ്ട്രീമിന്റെ ഭാഗത്തേക്ക് ലാബ്രഡോർ കറണ്ട് വരുന്നുണ്ട്. ഇതാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്നറിയപ്പെടുന്ന ഈ ഭാഗം, ലോകത്തെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം അല്ലെ. ലാബ്രഡോർ എന്ന കോൾഡ് കറണ്ടും ഗൾഫ് സ്ട്രീം എന്ന വാം കറണ്ടും കൂടിച്ചേരുന്ന സ്ഥലം. ഇനി ഇങ്ങോട്ടേക്ക് ഫാക്ലാൻഡ് കറണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു കോൾഡ് കറണ്ട് ബ്രസീലിയൻ കറണ്ടിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൾഡ് കറണ്ട്സ് അറ്റ്ലാന്റിക്കിലെ കാനറിയും ബെൻഗ്വേലയുമാണ് കേട്ടോ. കാനറി, ബെൻഗ്വേല തുടങ്ങിയവയാണ് അറ്റ്ലാന്റിക്കിലെ പ്രധാനപ്പെട്ട കോൾഡ് കറണ്ട്സ്. കാനറി, ബെൻഗ്വേല. ഇവിടുത്തെ വാം കറണ്ട്സ് ആണ് ഗൾഫ് സ്ട്രീമും ബ്രസീൽ കറണ്ട് കേട്ടോ. വാം കറണ്ട്സ് ആണ് ഗൾഫ് സ്ട്രീമും ബ്രസീൽ കറണ്ടും. ഇനി ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരുവാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗത്തേക്ക് വാം കറണ്ട്സ് എന്ന് പറയാനായിട്ടുള്ളത് ഈ ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും ഇടയിലായിട്ടാണ് ഇത് സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ വരുന്നത്. ഇവിടെ വാം കറണ്ട്സ് എന്ന് പറയാനുള്ളത് അഗുൽഹാസ്, അതേപോലെ തന്നെ വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഇവിടുത്തെ കോൾഡ് കറണ്ട്, അഗുൽഹാസ്, പിന്നെ മൊസാംബിക് എന്ന് പറയുന്നൊരു കറണ്ട് ഉണ്ട്, ഓഷ്യൻ കറണ്ട് ഉണ്ട്, മൊസാംബിക്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ വാം കറണ്ട്സ് പ്രധാനപ്പെട്ടത്. ഇനി വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഇവിടുത്തെ എന്താണ്, കോൾഡ് കറണ്ട് ആണ്. അപ്പൊ ഇന്ത്യൻ ഓഷ്യനെ സംബന്ധിച്ച് നോക്കിയേ, നോർത്തിലേക്ക്, ഇതാണല്ലോ ഇന്ത്യൻ ഓഷ്യൻ, നോർത്തിലേക്ക് ഓഷ്യൻ കറണ്ട്സ് വളരെ കുറവാണ് ഇന്ത്യൻ ഓഷ്യന്റെ കാര്യം പറയുമ്പോഴത്തേക്ക്. കാരണം അത് വളരെ പരിമിതമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വളരെ കുറവാണ് അല്ലെ. നോക്കി ഇവിടെ ആകെപ്പാടെ പ്രധാനമായിട്ട് 2 കറണ്ട്സേ ഉള്ളൂ. നോക്കി 2 കറണ്ട്സേ വരുന്നുള്ളൂ. ഒന്ന് ഈ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, അതും ഈ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടും കൂടെ ഇങ്ങോട്ട്, സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഇങ്ങോട്ട് കയറും, നോർത്തിലേക്ക് വരും, ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട് ഒരു ഭാഗം. മൺസൂണിന്റെ സമയത്ത് അത് ഇങ്ങോട്ട് വരുന്നുണ്ട്, ആ കറണ്ടിന്റെ കുറച്ച് ഭാഗം. അത് മൺസൂൺ കറണ്ട് എന്ന പേരിൽ നമ്മുടെ രാജ്യം കണ്ടില്ലേ, നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, നമ്മുടെ രാജ്യം കണ്ടില്ലേ, കണ്ടോ, മൺസൂൺ കറണ്ട് എന്ന പേരിൽ ഈ ഭാഗത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങും. ബാക്കി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ അഗുൽഹാസ് കറണ്ട്, മൊസാംബിക് കറണ്ട്, അത് രണ്ടും വാം കറണ്ട്സ് ആണ്. പിന്നെ ഇവിടുത്തെ വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് എന്ന കോൾഡ് കറണ്ട് ആ ഭാഗത്തുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവർക്കും പ്രധാനപ്പെട്ട ഓഷ്യൻ കറണ്ട്സ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചിത്രത്തിനകത്തൊന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് ടേബിൾ ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ് കേട്ടോ. വാം കറണ്ട്സും കോൾഡ് കറണ്ട്സും പസഫിക്കിലെ പറയുമ്പോഴത്തേക്ക് നോർത്തും സൗത്തും കൗണ്ടറും എന്തായാലും നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നതാണ്. പിന്നെ പസഫിക്കിൽ കുറോഷ്യോ കറണ്ട്, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്, പിന്നെ നോർത്ത് ആൻഡ് സൗത്ത് പസഫിക് കറണ്ട്, ഇത്രയും വാം കറണ്ട്സ് ആണ്. കോൾഡ് കറണ്ട്സ് പറയുമ്പോഴത്തേക്ക് ഒയാഷിയോ, കാലിഫോർണിയ. ഓക്കെ, പെറു കറണ്ട് കൃത്യമായിട്ട് പറഞ്ഞു, ഹംബോൾട്ട് അല്ലെങ്കിൽ പെറു കറണ്ട് ഒരു അവിടുത്തെ എന്താണ് പ്രധാനപ്പെട്ട കോൾഡ് കറണ്ടാണ്. ഒഖോസ്ക്, അതുപോലെ തന്നെ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, ഇത്രയും പസഫിക്കിലെ എന്താണ് കോൾഡ് കറണ്ട്സ് ആണ്. ഇനി അറ്റ്ലാന്റിക്കിലെ വാം കറണ്ട്സ് പറയുമ്പോൾ നോർത്തും സൗത്തും ഇക്വറ്റോറിയൽ കൗണ്ടർ കറണ്ടും ഉണ്ട് അവിടെ. അത് കൂടാതെ അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഗൾഫ് സ്ട്രീം, ഫ്ലോറിഡ കറണ്ട്. ഞാൻ പറഞ്ഞു ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ ഭാഗത്തേക്ക് പോകുന്ന ഒരു കറണ്ടാണ്. ബ്രസീലിയൻ കറണ്ട്, പിന്നെ നോർത്ത് ആൻഡ് സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് കറണ്ട്സ് കേട്ടോ. ഇനി കോൾഡ് ഓഷ്യൻ കറണ്ട്സ് വരുന്നത് കാനറീസ് കറണ്ട് ഉണ്ട്, കാനറി, ലാബ്രഡോർ, ഫാക്ലാൻഡ്, ബെൻഗ്വേല, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, ഇത്രയുമാണ് കോൾഡ് ഓഷ്യൻ കറണ്ട്സ്, അറ്റ്ലാന്റിക്കിലെ കോൾഡ് ഓഷ്യൻ കറണ്ട്സ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ? ഇനി ഇന്ത്യൻ ഓഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്, ഏതാണ് പസഫിക്കിലെ തന്നെയാണ് ഇത് വന്നേക്കുന്നത്. പസഫിക്കിലെ പറഞ്ഞാണല്ലോ, അറ്റ്ലാന്റിക്കിലെ പറഞ്ഞ. ഓക്കെ, ഇന്ത്യൻ ഓഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ കറണ്ട്, നോർത്ത് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, മൊസാംബിക് കറണ്ട്, അഗുൽഹാസ് കറണ്ട്, ഇത്രയുമാണ് വാം ഓഷ്യൻ കറണ്ട്സ്. കോൾഡ് ഓഷ്യൻ കറണ്ട്സ് വെസ്റ്റ് ഓസ്ട്രേലിയനും വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റും കേട്ടോ. ഇത്രയുമാണ് ഇവിടുത്തെ കോൾഡ് ഓഷ്യൻ കറണ്ട്സ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ? ഇനി നമുക്ക് എൽനിനോയിലേക്ക് പോകാം. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം എന്താണ്? ഇത് എവിടെയാണ് പ്രധാനമായിട്ടും ഉള്ളത്? പസഫിക് ഓഷ്യനിലാണ് ഈ പ്രതിഭാസം കാണപ്പെടുന്നത്. എവിടെ? പസഫിക് ഓഷ്യനിൽ. പ്രത്യേകിച്ച് പസഫിക് ഓഷ്യന്റെ ആ ഒരു സെൻട്രൽ മിഡിൽ ഭാഗമില്ല, അതിന് താഴേക്ക് പ്രധാനമായിട്ടും സതേൺ പസഫിക് ഓഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇവിടുത്തെ കോണ്ടിനൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത് സൗത്ത് അമേരിക്ക, ഈ ഭാഗം സൗത്ത് അമേരിക്ക. ക്ലിയർ? ഇനി 1 സെക്കൻഡ്, ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇന്തോനേഷ്യ,
ഓസ്ട്രേലിയക്കാണ് അവിടെ വരുന്നത്. ആ രണ്ട് പ്രദേശങ്ങൾക്കിടയിലായിട്ടാണ് ഈ രണ്ട് പ്രദേശങ്ങൾക്കിടയിലായിട്ട് ദക്ഷിണ പസഫിക് സമുദ്രമുണ്ട്. നോർമൽ ഇയറിൽ എന്താണ് അവസ്ഥ? ആദ്യം അത് പറഞ്ഞിട്ട് നമുക്ക് എൽനിനോ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിലേക്ക് നമുക്ക് പോകാം. ആദ്യം നോർമൽ ഇയറിൽ എന്ത് സംഭവിക്കുന്നു ശ്രദ്ധിച്ച് കേട്ടോണം. സാധാരണ വർഷങ്ങളിൽ ഇത് കണ്ടോ, ഇവിടെ ട്രേഡ് വിൻസ് ഉണ്ട്. ഈ ഭാഗത്ത് എന്ത് കാറ്റുണ്ട്? ട്രേഡ് വിൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ വരയ്ക്കുന്നത്? ഓക്കെ, സാധാരണ വർഷങ്ങളിൽ ഇവിടെ എന്തുണ്ട്? ട്രേഡ് വിൻസ് ഉണ്ട്. ഓക്കെ, ഈ ഭാഗത്ത് ട്രേഡ് വിൻസ് ഉണ്ട് ഇങ്ങനെ. ഓക്കെ, ട്രേഡ് വിൻസ് നമുക്കൊരു നോർമൽ ഫീച്ചർ ആണല്ലോ, ഭൂമിയിലെ ഒരു സാധാരണ പ്രതിഭാസമാണല്ലോ. ഈ ട്രേഡ് വിൻസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നമ്മുടെ ഈ ഈസ്റ്റ് സൈഡിൽ നിന്ന്, ഈസ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ സൗത്ത് അമേരിക്കയുടെ ഒക്കെ ഭാഗത്തു നിന്ന് സർഫസ് വാട്ടർ, ഉപരിതല ജലം, അത് എപ്പോഴും വാം വാട്ടർ ആയിരിക്കും. ഈ സർഫസ് വാട്ടറിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്? അവർ ഈസ്റ്റിൽ നിന്നും വെസ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇന്തോനേഷ്യയുടെ, ഓസ്ട്രേലിയയുടെ ഒക്കെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ക്ലിയർ? ഇതാണ് നോർമൽ ഇയറിൽ നടക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രഷർ എങ്ങനെയായിരിക്കും? ഈ ഭാഗത്ത് ഒരു ലോ പ്രഷർ അനുഭവപ്പെടും, ഈ ഭാഗത്ത് ഒരു ഹൈ പ്രഷറും. ഇവർ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോ പ്രഷറും ഇത് ഹൈ പ്രഷറും ആയിരിക്കും. ആ ലോ പ്രഷറിന്റെ സ്വാധീനം കൊണ്ട്, വാം ഓഷൻ സ്വാധീനം കൊണ്ട് ഈ ഭാഗത്ത് എന്ത് കിട്ടും? നല്ല മഴ കിട്ടും. ഇവർക്ക് എന്തായിരിക്കും? റെയിൻലെസ് ആയിരിക്കും. ഇപ്പോൾ സൗത്ത് അമേരിക്കയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അറ്റക്കാമ ഡെസേർട്ടൊക്കെ വരുന്നത് ഈ പറഞ്ഞ ഹൈ പ്രഷർ അനുഭവപ്പെടുന്ന കോൾഡ് കറണ്ട് ഉള്ള സ്ഥലത്താണ്. ക്ലിയർ? ഇത്ര നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇനി ഇത് നേരെ റിവേഴ്സ് ആവുന്ന കണ്ടീഷനാണ് എൽനിനോ കണ്ടീഷൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ്റ്റ് ടു സൗത്ത് ഇങ്ങനെ വീശിയിരുന്ന ട്രേഡ് വിൻഡ് ദുർബലമാവുകയോ അല്ലെങ്കിൽ ട്രേഡ് വിൻസ് അതിൻ്റെ അഭാവം ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സമയം, 3 മുതൽ 7 വർഷത്തിലൊരിക്കലാണ് ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. ട്രേഡ് വിൻസ് അത്തരത്തിൽ ഒരു ദുർബലമാകുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഭൂമിയുടെ ഭ്രമണത്തിന്റെ സ്വാധീനം നിമിത്തം ഇവിടെ നിന്ന് ഹോട്ട് കറൻസ് പതുക്കെ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങും. കാരണം ഭൂമി വെസ്റ്റ് ടു ഈസ്റ്റിലാണ് കറങ്ങുന്നത്. അപ്പോൾ ട്രേഡ് വിൻഡ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തു നിന്ന് കൂടുതൽ വാം കറൻസ് ഇങ്ങോട്ട് വന്നത്. ട്രേഡ് വിൻസ് ദുർബലമാകുമ്പോൾ വാം കറൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വാം കറൻസ് ഇപ്പം ഇവിടെ വരും, ഉഷ്ണജല പ്രവാഹങ്ങൾ ഇവിടെ വരും. മനസ്സിലായോ? അപ്പോൾ വരൾച്ച അനുഭവപ്പെട്ടിരുന്ന ഇവർക്ക് എന്ത് കിട്ടും? എൽനിനോ കാലഘട്ടത്തിൽ മഴ കിട്ടും. ചിലപ്പം അതിശക്തമായ മഴയായിരിക്കും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്നത്. ക്ലിയർ? നേരത്തെ മഴ കിട്ടിക്കൊണ്ടിരുന്ന ഈ ഇന്തോനേഷ്യയുടെ, ഓസ്ട്രേലിയയുടെ ഒക്കെ ഭാഗത്ത് എന്താണ്? ഡ്രൈനസ്, വരൾച്ച അനുഭവപ്പെടും. ഇതാണ് എൽനിനോ എന്നറിയപ്പെടുന്നത്. ഉണ്ണിയേശു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ എൽനിനോ പ്രതിഭാസം ഭൂമിയിൽ ഉണ്ടാവാറുണ്ട്. ക്ലിയർ? 2017 എൽനിനോ ഉണ്ടായിരുന്നു. 2024 എൽനിനോ വർഷമാണെന്നാണ് പറയുന്നത്. എൽനിനോ കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം ലാനിന എന്ന പ്രതിഭാസം അനുഭവപ്പെടുന്നുണ്ട് ഭൂമിയിൽ. എന്താണ് ലാനിന എന്നതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് എൽനിനോയുമായി കണക്ട് ചെയ്ത് മറ്റൊരു വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു നോർമൽ ഇയറിൽ ഇവിടെ ഹൈ പ്രഷറും ഈ ഭാഗത്ത് ലോ പ്രഷറും, നോർമൽ ഇയറിൽ ഈ ഭാഗത്ത് ലോ പ്രഷറും, വാം ഓഷൻ വാട്ടറിന്റെ സ്വാധീനം കൊണ്ട് ലോ പ്രഷറും, ഇവിടെ എന്താണ്? ഹൈ പ്രഷർ അനുഭവപ്പെടാറുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, നോർമൽ സമയത്ത് ഹൈ പ്രഷർ അനുഭവപ്പെടാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ പ്രഷർ കണ്ടീഷനും എന്താവുന്നു? ഈ പ്രഷർ കണ്ടീഷൻ നേരെ തിരിയുന്നതിനാണ് നമ്മൾ സദേൺ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രഷർ കണ്ടീഷൻ നേരെ റിവേഴ്സ്ഡ് ആവുന്നതിനെയാണ് നമ്മൾ സദേൺ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. നോക്കി, എൽനിനോ കാലഘട്ടത്തിൽ ഈ പ്രഷർ കണ്ടീഷൻ നേരെ റിവേഴ്സ്ഡ് ആയി. ഇവിടെ ലോ പ്രഷറും ഇവിടെ ഹൈ പ്രഷർ അനുഭവപ്പെട്ടു അല്ലേ? അപ്പൊ ഇത് എൽനിനോ കാലഘട്ടത്തിൽ ഈ പ്രഷർ കണ്ടീഷൻ റിവേഴ്സ്ഡ് ആയി. ഇതിനെ നമ്മൾ സദേൺ ഓസിലേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. എൽനിനോയും സദേൺ ഓസിലേഷനും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് പറയും? എൻസോ എന്ന് പറയും. കേട്ടോ, ഇതിന് നമ്മൾ എന്ത് പറയും? എൻസോ. ആ ഒരു പ്രതിഭാസം നമ്മൾ എന്താ വിളിക്കുന്നത്? എൻസോ എന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൂടെ ഇവിടെ എൽനിനോയുമായി ബന്ധപ്പെട്ട നോക്കി, സാധാരണ വർഷത്തിലേക്ക് ഞാൻ പോവുകയാണ്. നോർമൽ ഇയറിൽ ട്രേഡ് വിൻസ് ആക്റ്റീവ് ആയിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞു വാം വിൻസ്, വാം കറൻസ് അല്ലെങ്കിൽ വാം ഓഷ്യൻ, വാം കറൻസ് അല്ല, വാം വാട്ടർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. ട്രേഡ് വിൻസിന്റെ സ്വാധീനം കൊണ്ടാണ് സർഫസിൽ നിന്ന് വാം വാട്ടർ ഇങ്ങോട്ട് വന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ക്ലാസ്, ഓഷ്യൻ കറൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സർഫസ് ലെയർ ഉണ്ട്. ഒരു ആദ്യത്തെ കുറച്ച് ഭാഗം, കടലിന്റെ ആദ്യത്തെ ഭാഗം സർഫസ് വാട്ടറാണ്. സർഫസ് വാട്ടർ എപ്പോഴും എന്തായിരിക്കും? വാം ആയിരിക്കും. അതിന് താഴെ ഒരു ഭാഗമുണ്ട്, തെർമോക്ലൈൻ എന്നാണ് പറയുന്നത്. അതിനെ വിളിക്കുന്നത് തെർമോക്ലൈൻ എന്ന് പറയും. ഓക്കെ, ഇതൊരു ബൗണ്ടറിയാണ്. വാം വാട്ടർ കഴിഞ്ഞിട്ട് വാം വാട്ടറിനും കോൾഡ് വാട്ടറിനും ഇടയ്ക്കുള്ള ഒരു ബൗണ്ടറിയാണ് ഇത് തെർമോക്ലൈൻ.
ഈ ഭാഗത്താണ് ഈ കടലിലെ തെർമോക്ലൈൻ്റെ ഭാഗത്താണ് ഏറ്റവും സ്റ്റീപ്പായിട്ട് സമുദ്രജലത്തിന്റെ താപനില കുറയുന്നത് തെർമോക്ലൈൻ റീജിയനിലാണ്. സമുദ്ര താപനില വളരെ കുറയുന്നത്, സ്റ്റീപ്പായിട്ട് കുറയുന്നത്, നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റീപ്പായിട്ട് കുറയുന്നത് തെർമോക്ലൈൻ റീജിയനിലാണ്. അപ്പോൾ സർഫസ് വാട്ടർ റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? താഴെ നിന്ന് കോൾഡ് വാട്ടർ, തണുപ്പ് കൂടിയ ജലം മുകളിലേക്ക് ഉയർന്നു വരും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതേ നോക്കിയാൽ നോർമൽ ഇയറിൽ ഇവിടെ നിന്ന് വാം വാട്ടർ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടപ്പോൾ അങ്ങോട്ടേക്ക് കോൾഡ് വാട്ടർ, സമുദ്രത്തിനടിയിൽ നിന്ന് കോൾഡ് വാട്ടർ കടന്നു വന്നു. ഇതിനെ നമ്മൾ അപ്പ് വെല്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? അപ്പ് വെല്ലിംഗ്. ഉണ്ടോ? ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? അപ്പ് വെല്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഈ അപ്പ് വെല്ലിംഗ് ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗം എന്തായി മാറിയത്? ഇവിടെ നോർമൽ കാലഘട്ടത്തിൽ ഇവിടെ ഡ്രൈനസ് അനുഭവപ്പെട്ടത്, അല്ലെങ്കിൽ അവിടെ എന്ത് അനുഭവപ്പെട്ടത്? അവിടെ കൂടുതലായിട്ടും വരൾച്ച അനുഭവപ്പെട്ടത്. എന്നാൽ എൽനിനോ കാലഘട്ടത്തിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആയിരിക്കും അപ്പ് വെല്ലിംഗ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും സമുദ്രത്തിനടിയിൽ നിന്ന് കോൾഡ് വാട്ടർ കടന്നു വരുന്നത്. ഇവിടെയുള്ള സർഫസിലുള്ള ഈ പറഞ്ഞ വാം വാട്ടർ മുഴുവൻ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലായി? ഇവിടെ അപ്പ് വെല്ലിംഗ് നടക്കുന്നില്ല. ക്ലിയർ? ഇതാണ് എൽനിനോ. എൽനിനോ കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം ലാനിന എന്ന കണ്ടീഷൻ ഉണ്ട്. എന്താണ് ലാനിന കണ്ടീഷൻ? സാധാരണ എൽനിനോ കഴിഞ്ഞാൽ ട്രേഡ് വിൻസ്, എൽനിനോ കാലഘട്ടത്തിൽ ട്രേഡ് വിൻസ് ദുർബലമായിരുന്നല്ലോ, അത് അതീവ ശക്തിയോടെ തിരിച്ചു വരും. ട്രേഡ് വിൻസ് അതീവ ശക്തിയോടെ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? നോർമൽ ഇയറിൽ എത്രമാത്രം വാം വാട്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റിമൂവ് ചെയ്യപ്പെടുന്നോ അതിന്റെ ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാം വാട്ടർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് അവിടെ വലിയ തോതിലുള്ള വെല്ലിംഗ് നടക്കും. ഈ അപ്പ് വെല്ലിംഗ് കാരണം ഈ ഭാഗം എന്തായി മാറും? ഈ ഭാഗത്തേക്ക് കൂടുതൽ കോൾഡ് കറൻസ് അല്ലെങ്കിൽ കോൾഡ് കറൻസ് അല്ല, ഈ ഭാഗത്ത് കോൾഡ് വാട്ടർ കേന്ദ്രീകരിക്കപ്പെടും. അല്ലേ? ഈ ഭാഗത്തേക്ക് കൂടുതൽ വാം വാട്ടർ കടന്നു വരും. സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മഴ ഇവർക്കുണ്ടാവും. സാധാരണ വർഷത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മഴ ഇവർക്കുണ്ടാവും. സാധാരണ വർഷത്തിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വരൾച്ച ഇവർക്ക് അനുഭവപ്പെടും കേട്ടോ. സാധാരണ വർഷങ്ങളിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വരൾച്ച എവിടെ അനുഭവപ്പെടും? സൗത്ത് അമേരിക്കൻ റീജിയനിൽ അനുഭവപ്പെടും. ഇപ്പൊ നോർമൽ ഇയറിൽ എന്താണ്, എൽനിനോ കാലഘട്ടത്തിൽ എന്താണ്, ലാനിന കാലഘട്ടത്തിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ നോർമൽ ഇയർ നോക്കിക്കേ. വാം വാട്ടർ ട്രേഡ് വിൻസിന്റെ സ്വാധീനത്താൽ ഇങ്ങോട്ട് വരുന്നു, ഇവിടെ മഴ, ഇവിടെ വരൾച്ച. എൽനിനോ കാലഘട്ടത്തിലോ ട്രേഡ് വിൻസ് ദുർബലമാവുന്നു, വാം വാട്ടർ അങ്ങോട്ട് പോകുന്നു, ഇവർക്ക് മഴ, ഇവർക്ക് വരൾച്ച. ഇനി ലാനിന എന്താണ്? നോർമൽ കാലഘട്ടത്തിൽ എത്രമാത്രം വാം വാട്ടർ വരുന്നോ അതിനേക്കാൾ ട്രേഡ് വിൻസ് വീണ്ടും അതീവ ശക്തിയോടെ വീശുന്ന വർഷമാണ്. അപ്പോൾ വാം വാട്ടർ സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ എങ്ങോട്ട് വരുന്നു? ഈ ഭാഗത്തേക്ക് വരുന്നു, സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉയർന്ന അളവിൽ വാം വാട്ടർ അക്യുമുലേറ്റ് ചെയ്യപ്പെടും, കൂടുതൽ മഴ കിട്ടും, ഇവർക്ക് കൂടുതൽ വരൾച്ച അനുഭവപ്പെടും. ക്ലിയർ? ഇതാണ് എൽനിനോയും ലാനിനയും. ക്ലിയർ? ഇത് ട്രേഡ് വിൻസ് വാം വാട്ടർ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണിത്. ഇനി എൽനിനോ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? വാം വാട്ടർ അങ്ങോട്ട് പോകുന്നു. കണ്ടോ? നോക്കിയേ, ഇത് ബൗണ്ടറിയാണ്. ഇത് കണ്ടോ? കോൾഡ് വാട്ടർ എവിടെയാണെന്ന് നോക്കിക്കേ. ആ റെഡ് കളറിന് താഴെയല്ലേ കോൾഡ് വാട്ടർ ഉള്ളത്? എന്നാൽ ഇവിടെ നോക്ക്, ഇന്തോനേഷ്യയുടെ ഭാഗത്ത് നോക്കി, ഈ ഭാഗത്ത് നോക്ക്, ഇവിടെ കോൾഡ് വാട്ടർ മുകളിലേക്ക് എത്തി. ഇവിടെ പ്രസിപ്പിറ്റേഷൻ കുറവായിരിക്കും, മഴ കുറവായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും ഇവിടെ. അല്ലേ? ഇവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. മനസ്സിലായില്ലേ? സദേൺ ഓസിലേഷൻ സംഭവിച്ചു, നേരെ പ്രഷർ കണ്ടീഷൻ റിവേഴ്സ്ഡ് ആയി. സാധാരണ നോർമൽ ഇയറിലെ ഉള്ളതിനേക്കാൾ പ്രഷർ കണ്ടീഷൻ റിവേഴ്സ്ഡ് ആയി, ഇവർക്ക് മഴ കിട്ടാൻ തുടങ്ങുന്നു. ഈ ഭാഗത്ത് ഇവർക്ക് എന്ത് കിട്ടുന്നു? മഴ കിട്ടുന്നു. ക്ലിയർ? ഇതാണ് എൽനിനോ. ഇനി ലാനിനയുടെ സമയത്ത് എന്താ നടക്കുന്നത്? ലാനിനയുടെ സമയത്ത് ട്രേഡ് വിൻസ് കൂടുതൽ ആക്റ്റീവ് ആവുന്നു, അപ്പം അപ്പ് വെല്ലിംഗ് എൻഹാൻസ്ഡ് ആവുന്നു. താഴെ നിന്ന് ശീതജലം, കോൾഡ് വാട്ടർ മുകളിലേക്ക് ഉയർന്നു വരുന്ന പ്രവൃത്തി, അല്ലെ? അപ്പ് വെല്ലിംഗ് അത് കൂടുതലാവുന്നു. എൻഹാൻസ്ഡ് ട്രേഡ് വിൻഡ് നോർമൽ ഇയറിനേക്കാൾ ശക്തരാകുന്നു, അതിശക്തമായിട്ട് വീശുന്നു. എൻഹാൻസ്ഡ് ട്രേഡ് വിൻഡ് നടന്നു കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് അപ്പ് വെല്ലിംഗ് നടക്കും. എന്ത് സംഭവിക്കും? അതിഭീകരമായിട്ടുള്ള വരൾച്ച സൗത്ത് അമേരിക്കയിൽ അനുഭവപ്പെടും. അതിഭയങ്കരമായിട്ടുള്ള മഴ എവിടെ അനുഭവപ്പെടും? ഇന്തോനേഷ്യയിലും ഓസ്ട്രേലിയയിലും ഏഷ്യയുടെ ഭാഗത്തും ഈവൻ ഇന്ത്യയിൽ പോലും ഇത് ബാധിക്കപ്പെടും. ക്ലിയർ? തെർമോക്ലൈൻ ഞാൻ പറഞ്ഞായിരുന്നു അതിർത്തിയാണ്. സർഫസ് വാട്ടർ, അതായത് വാം വാട്ടറിന്റെയും താഴെയുള്ള കോൾഡ് വാട്ടറിന്റെയും അതിർത്തി റീജിയനെ വിളിക്കുന്ന പേരാണ് കടലിലെ തെർമോക്ലൈൻ എന്നറിയപ്പെടുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, അടുത്ത പ്രധാനപ്പെട്ട ഒരു മേഖല ഈ സോൾസ്റ്റൈസ്, ഇക്വിനോക്സ് എപ്പോഴും ഒന്ന് നോക്കി പോക്കോണം. പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഈ ഡേറ്റുകൾ നിങ്ങളൊന്ന് പഠിച്ചോണം. നോക്കുക, ജൂൺ 21 സമ്മർ സോൾസ്റ്റൈസ്, ഉത്തരാർദ്ധഗോളത്തിലെ സമ്മർ സോൾസ്റ്റൈസ് എന്നറിയപ്പെടുന്ന ദിവസമാണ് ജൂൺ 21. നോർത്ത് ഹെമിസ്ഫിയറിലെ സമ്മർ സോൾസ്റ്റൈസ് എന്നറിയപ്പെടുന്ന ദിവസമാണ് ജൂൺ 21. ഇനി ഇതെന്താണ്? ഡിസംബർ 22 എന്താണ്? നോർത്ത് ഹെമിസ്ഫിയറിലെ വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് നമ്മൾ ഈ ദിവസത്തെ വിളിക്കുന്നത്. ഇനി വെർണൽ ഇക്വിനോക്സ് മാർച്ച് 21 വെർണൽ ഇക്വിനോക്സ് അല്ലെങ്കിൽ വിഷുവം, സമരാത്ര ദിനം എന്നൊക്കെ പറയും. മാർച്ച് 21 വെർണൽ ഇക്വിനോക്സ്. അതുപോലെ തന്നെ ഇവിടെ സെപ്റ്റംബർ 23 ഓട്ടംനൽ ഇക്വിനോക്സ്.
എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത? പെട്ടെന്ന് പറയാം, ശ്രദ്ധിച്ചു. ജൂൺ 21 സൂര്യപ്രകാശം കൂടുതൽ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? നോർത്ത് ഹെമിസ്ഫിയറിലായിരിക്കും. ഓക്കെ, ഏത് സമയത്താണ്? ഈ സമ്മർ സോൾസ്റ്റൈസ്. പ്രത്യേകിച്ച് ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ മുകളിലായിരിക്കും സൺലൈറ്റിന്റെ ഡയറക്റ്റ് പതനം. എന്നാൽ ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന്റെ മുകളിലേക്കായിരിക്കും, അതായത് നമ്മുടെ 23.5 സൗത്തിലേക്കായിരിക്കും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത്. ക്ലിയർ? അതിന്റെ ഇമ്പാക്റ്റുകൾ എന്താണെന്ന് പറയാൻ പറ്റുമല്ലോ. ഇവർക്ക് ഡേ ലൈറ്റ് കൂടുതലായിരിക്കും. ജൂൺ 21 നോർത്ത് ഹെമിസ്ഫിയറിൽ ഡേ ലൈറ്റ് കൂടുതലായിരിക്കും, സദേൺ ഹെമിസ്ഫിയറിൽ ഡേ ലൈറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ രാത്രി സമയമായിരിക്കും കൂടുതൽ. നേരെ ഡിസംബർ 22 ആകുമ്പോഴോ നമ്മൾ ഇന്ത്യ ഉൾപ്പെടുന്ന നോർത്ത് ഹെമിസ്ഫിയറിൽ നമുക്ക് നൈറ്റ് ടൈം ആയിരിക്കും കൂടുതൽ, ഇവർക്കായിരിക്കും ഡേ ലൈറ്റ് കൂടുതൽ, സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും ഡേ ലൈറ്റ് കൂടുതൽ. ക്ലിയർ? ഇനി ഇത് നേരെ ഇക്വേറ്ററിന്റെ ഭാഗത്തേക്ക് സൂര്യപ്രകാശം പതിക്കുന്നു. രണ്ട് ഗോളത്തിലും ഒരേപോലെ, സദേൺ ഹെമിസ്ഫിയറിലും നോർത്ത് ഹെമിസ്ഫിയറിലും ഒരേപോലെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് മാർച്ച് 21. വെർണൽ ഇക്വിനോക്സ് എന്നതിനെ വിളിക്കുന്നത്. വെർണൽ ഇക്വിനോക്സ് കേട്ടോ. ഇതിനെ വിളിക്കുന്നത് ഓട്ടംനൽ ഇക്വിനോക്സ്. അത് 23 സെപ്റ്റംബറിനായിരിക്കും. സദേൺ ഹെമിസ്ഫിയറിലും നോർത്ത് ഹെമിസ്ഫിയറിലും ഒരേപോലെ സൂര്യപ്രകാശം അനുഭവപ്പെടും. ഇത് സീസൺസിനെയും സ്വാധീനിക്കാറുണ്ട്. അതായത് ഇവിടെ നോക്കിക്കോ, ഈ ഫസ്റ്റ് ടൈം നോക്കാം. ഇത് ജൂൺ 21. ഓക്കെ, ജൂൺ 21. ജൂൺ 21 നിന്ന് കൃത്യം സൂര്യപ്രകാശം എങ്ങോട്ടാണ് പതിക്കുന്നത്? നേരെ ഈ ഭാഗത്തേക്ക് അല്ലേ, നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പതിക്കുന്ന ദിവസമാണ്. നമുക്ക് ഇവിടും തുടങ്ങാം. എന്നിട്ട് ഇവിടെ മാർച്ച് 21 നേരെ ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്നു. മാർച്ച് 21 അല്ലേ. ഇത് ജൂൺ 21 ആകുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്നു. ഈ മാർച്ച് തൊട്ട് ജൂൺ വരെയുള്ള കാലമുണ്ടല്ലോ, ഭൂമധ്യരേഖയിൽ നിന്ന് ഡയറക്റ്റ് സൺറൈസ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പതിക്കുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു 3 മാസ കാലഘട്ടം, അതാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഉത്തരാർദ്ധ ഗോളത്തിലെ സ്പ്രിംഗ് സീസൺ എന്നറിയപ്പെടുന്നത്. ക്ലിയർ? ഇനി ജൂൺ 21 തൊട്ട് അടുത്ത സെപ്റ്റംബർ 23 ജൂൺ 21 നിന്ന് സെപ്റ്റംബർ 23 സൺലൈറ്റ് നേരെ എങ്ങോട്ട് പതിക്കുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് തിരിച്ച് വീണ്ടും ഭൂമധ്യരേഖയിലേക്ക്, ഇക്വേറ്ററിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്നു. ഈ ഒരു കാലഘട്ടമാണ് നോർത്ത് ഹെമിസ്ഫിയറിലെ സമ്മർ സീസൺ. ഏത് ഹെമിസ്ഫിയറിലെ തന്നെയാ? നോർത്ത് ഹെമിസ്ഫിയറിൽ. നമ്മളിവിടെ സദേൺ ഹെമിസ്ഫിയറിലെ പറയുന്നില്ല. ഇനി ഇക്വേറ്ററിൽ നിന്ന് വീണ്ടും ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്നത് സെപ്റ്റംബർ 23 നിന്ന് ഡിസംബർ 22 ആവുമ്പോഴാണ്. ഡിസംബർ 22, ഞാനിപ്പോൾ ഡിസംബർ 22 അല്ലേ പറഞ്ഞ അവിടെ? യെസ്, ഡിസംബർ 22 എത്തുമ്പോഴാണ്. ഈ സമയത്തെയാണ് നോർത്ത് ഹെമിസ്ഫിയറിലെ ഓട്ടം അല്ലെങ്കിൽ ഫോൾ എന്ന് വിളിക്കുന്നത്. നോർത്ത് ഹെമിസ്ഫിയറിലെ ഓട്ടം അല്ലെങ്കിൽ ഫോൾ എന്ന് വിളിക്കുന്നത്. എല്ലാ നോർത്ത് ഹെമിസ്ഫിയർ വെച്ചിട്ടാണ് പറയുന്നത്. ഇനി ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൽ നിന്ന് തിരികെ ഇത് ഭൂമധ്യരേഖയിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്ന സമയം. ഈ സമയമായിരിക്കും നോർത്ത് ഹെമിസ്ഫിയറിലെ വിന്റർ സീസൺ കേട്ടോ. ഈ സമയമായിരിക്കും നോർത്ത് ഹെമിസ്ഫിയറിലെ വിന്റർ സീസൺ. നോർത്ത് ഹെമിസ്ഫിയറിലെ സീസൺ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം നോർത്ത് ഹെമിസ്ഫിയറിലെ സീസൺ അറിയാമെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിലെ നമുക്ക് എഴുതാൻ പറ്റും. നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. ഉദാഹരണത്തിന് നോർത്ത് ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് വരുന്ന എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, മാർച്ച് 21 നിന്ന് ജൂൺ 21. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിലെ. ഏതായിരിക്കും? സ്പ്രിംഗിന് ഓപ്പോസിറ്റ് ഓട്ടം. ഓക്കെ, വസന്തത്തിന് ഓപ്പോസിറ്റ് അത് മറ്റേത് ഓട്ടം സീസൺ, ഫോൾ സീസൺ. ഇനി ജൂൺ 21 ടു സെപ്റ്റംബർ 23 നോർത്ത് ഹെമിസ്ഫിയറിൽ അറിയാം സമ്മർ ആണെങ്കിൽ, സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? വിന്റർ ആയിരിക്കും. ഇനി സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 നോർത്ത് ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആണെങ്കിൽ, സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഡിസംബർ 22 ടു മാർച്ച് 21 നോർത്ത് ഹെമിസ്ഫിയറിൽ വിന്റർ ആണെന്ന് അറിയാമെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ എഴുതാൻ എളുപ്പമാണ്. ഏതാണ്? സമ്മർ ആണ്. ക്ലിയർ? സോ സീസൺസ്. നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത്. അതെന്തായാലും ഒന്ന് പഠിച്ചിട്ട് പോകണം. ഞാനൊരു കൃത്യമായിട്ട് ഒരു ടേബിൾ ആക്കിയിട്ടുണ്ട്. ക്രസ്റ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം ക്രസ്റ്റുമായി ബന്ധപ്പെട്ട്? ക്രസ്റ്റ് സിയാൽ എന്നും സിമയെന്നും തരംതിരിക്കുന്നുണ്ട് അല്ലേ? രണ്ടായിട്ട് തരംതിരിക്കുന്നു. സിയാൽ എന്ന് പറയുമ്പോൾ സിലിക്ക, അലുമിന എന്നീ മിനറൽസ് ആണ്. സിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറവാണ്. സിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ തിക്നെസ് കൂടുതലാണ്. ഓക്കെ, ഗ്രാനൈറ്റ് റോക്സ് കൊണ്ടാണ് പ്രധാനമായിട്ടും സിയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രാനൈറ്റ് റോക്സ്. ഇനി സിമയിലേക്ക് വന്ന സിലിക്ക, മഗ്നീഷ്യ എന്നീ മിനറൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഡെൻസിറ്റി കൂടുതലാണ്, തിക്നെസ് കുറവാണ്. ഇവിടുത്തെ റോക്സ് ബസാൾട്ടിക് റോക്സ് ആയിരിക്കും. ഇവരെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി, സിയാലിനെയും സിമേനെയും. മാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രസ്റ്റും അപ്പർ മാൻഡലിന്റെ അപ്പർ പോർഷനും കൂടെ ചേരുന്ന സോളിഡ് റീജിയൻ ആണ് ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ക്രസ്റ്റ്, മുകളിലത്തെ ക്രസ്റ്റും മാൻഡലിന്റെ അപ്പർ മാൻഡലിന്റെ അപ്പർ പോർഷൻ. ലിത്തോസ്ഫിയറിന് താഴെ മാഗ്മ
അല്ലെങ്കിൽ റോക്സ് ഉരുകി കാണപ്പെടുന്ന മേഖലയാണ്, പകുതി ഉരുകി കാണപ്പെടുന്ന അർദ്ധദ്രവാവസ്ഥ കാണപ്പെടുന്ന മേഖലയാണ് അസ്തനോസ്ഫിയർ. ഇനി അപ്പർ മാൻഡിലിന്റെയും ലോവർ മാൻഡിലിന്റെയും ഡിസ്കണ്ടിന്യൂറ്റിയാണ്, അതിർത്തിയാണ് റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി മാൻഡിലിന്റെയും കോറിന്റെയും ഡിസ്കണ്ടിന്യൂറ്റിയാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഭൂമിയുടെ മൊത്തം പരിഗണിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോളിയവും ഭൂമിയുടെ ടോട്ടൽ പരിഗണിച്ചാൽ ഏറ്റവും കൂടുതൽ മാസും ഉള്ളത് മാൻഡിലാണ്. ടോട്ടൽ വോളിയം വൈസ്, ടോട്ടൽ മാസ് വൈസ് ഏറ്റവും കൂടിയ ഭാഗം മാൻഡിലാണ്. മീസോസ്ഫിയർ എന്ന് മാൻഡിൽ മൊത്തത്തിൽ അറിയപ്പെടുന്നു. കോറിലേക്ക് വന്നു കഴിഞ്ഞാൽ കോറിനെ 2 ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറും. അതിനെ വേർതിരിക്കുന്നത് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. കോറിനെ മൊത്തത്തിൽ നിക്കലും അയണും ഉള്ളതുകൊണ്ട് നിഫെ എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറിന് ആന്തര അകക്കാമ്പ് അല്ലെങ്കിൽ അകക്കാമ്പിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു PSC. നിക്കലും അതുപോലെ തന്നെ ഇരുമ്പും. ഇതിനെ മൊത്തത്തിൽ കോറിനെ മൊത്തത്തിൽ ബാരിസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇന്നർ കോറും ഔട്ടർ കോറിന്റെ പ്രത്യേകതകൾ പഠിക്കണം. ഇന്നർ കോറ് സോളിഡ് ആണെങ്കിൽ ഔട്ടർ കോറ് മോൾട്ടൺ സ്റ്റേജിലാണ്, ദ്രവാവസ്ഥയിലാണ്, ഉരുകിയ അവസ്ഥയിലാണ്. അർദ്ധദ്രവമല്ല, മൊത്തത്തിൽ ഉരുകിയ അവസ്ഥയിലാണ് ഏത് ഔട്ടർ കോറ്. ഇന്നർ കോറോ ഡെൻസിറ്റി നിമിത്തം, അപ്പോൾ ഏറ്റവും ഡെൻസർ ആയിട്ടുള്ള ആരാ? ഇന്നർ കോറ. അതിന് എന്താണ് ഡെൻസിറ്റി ഏറ്റവും കൂടുതലായതുകൊണ്ട് അത് സോളിഡ് ആണ് അല്ലെ. കോറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് മാൻഡിലിന്, മാൻഡിലിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് ക്രസ്റ്റിന്. അപ്പോൾ ഡെൻസിറ്റി മുകളിലോട്ട് കുറഞ്ഞു വരുമെന്ന് ഓർക്കുക, താഴേക്ക് ഡെൻസിറ്റി കൂടി വരും എന്നും ഓർക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് റോക്സിനെ പറ്റി. അടുത്തത് പാറകൾ, ശിലകൾ നിങ്ങൾ നോക്കിയിട്ട് പോകണം. പ്രൈമറി റോക്സ് എന്നറിയപ്പെടുന്നത് ഇഗ്നിയസ് റോക്സ് ആണ് അല്ലെ. പ്രൈമറി റോക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇഗ്നിയസ് റോക്സ് ആണ്. അല്ലെങ്കിൽ അഗ്നിപർവ്വത ശിലകൾ, വോൾക്കാനിക് റോക്സ് എന്നറിയപ്പെടുന്ന ഇഗ്നിയസ് റോക്സ്. എക്സാമ്പിൾ കുറേ ഉണ്ട് ടെക്സ്റ്റിനകത്ത്. ആദ്യത്തെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നെങ്കിലും പഠിക്കുക. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഗാബ്രോ, റൈലൈറ്റ്, ടഫ്, ആൻഡസൈറ്റ്. ഇത്രയെങ്കിലും നോക്കുക, പ്രധാനപ്പെട്ട ഇഗ്നിയസ് റോക്സ് ആണ്. വോൾക്കാനിക് ബ്രഷ്യ എന്ന് പറയുന്നത് ഒരു ഇഗ്നിയസ് റോക്ക് ആണെങ്കിൽ സാധാരണ ബ്രഷ്യ സെഡിമെന്ററി റോക്കാണ്, +2 ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സെഡിമെന്ററി റോക്ക് സാൻഡ്സ്റ്റോണ്, കൺഗ്ലോമറേറ്റ്, ലൈംസ്റ്റോണ്, ഷെയില്, ഗീസറൈറ്റ്, ചോക്ക്, ചെർട്ട്, ഹാലൈറ്റ്, ഇതെല്ലാം സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ്. സെഡിമെന്ററി റോക്സിന് മെറ്റാമോർഫിക് ചോദിച്ചു കഴിഞ്ഞാൽ നൈസ്, ക്വാർട്സൈറ്റ്, സ്ലൈറ്റ്, ഫില്ലൈറ്റ്, മാർബിള്, ഷിസ്റ്റ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റാമോർഫിക് റോക്സിന് എക്സാമ്പിൾ ആണ്. ആരിൽ നിന്ന് ആരുണ്ടായെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ചുണ്ണാമ്പ് കല്ലിൽ നിന്ന്, ലൈംസ്റ്റോണിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. മാർബിൾ ഫോം ചെയ്തു എന്നൊക്കെ, ഗ്രാനൈറ്റിൽ നിന്ന് നൈസ്, സാൻഡ്സ്റ്റോണിൽ നിന്ന് ക്വാർട്സൈറ്റ് അല്ലെ, മഡ് സ്റ്റോൺ, ക്ലേ, അതിൽ നിന്നൊക്കെ ഷെയിൽ, അതിൽ നിന്നൊക്കെ സ്ലേറ്റ് ഉണ്ടാവാറുണ്ട്. ഇനി ഷെയിലിൽ നിന്ന് തന്നെ ഫില്ലൈറ്റ് ഉണ്ടാവാറുണ്ട്. ബസാൾട്ടിൽ നിന്ന് ഷിസ്റ്റ് ഫോം ചെയ്യാറുണ്ട്. സോ അങ്ങനെ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ചോദിക്കാം. ഇനി ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക്കിന്റെ പ്രത്യേകതകൾ പഠിക്കുക. ഏതെങ്കിലുമൊക്കെ ഒന്ന് വരാം. വോൾക്കാനിക് റോക്സ്, ഇനി ഇതിന്റെ തരം തിരിച്ച് ചോദിക്കാൻ വേണമെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിക്കടിയിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന റോക്സ് ആണ് പ്ലൂട്ടോണിക് റോക്സ് എന്നറിയപ്പെടുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇൻട്രൂസീവ് റോക്സ് എന്നറിയപ്പെടുന്നവര് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. മറ്റേത് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. ഇതെന്താണ് വിളിക്കുന്നത്? ഇൻട്രൂസീവ്. ഓക്കെ, എന്തൊക്കെ എക്സാമ്പിൾ ഇൻട്രൂസീവിന്? ഗ്രാനൈറ്റ്, ഗാബ്രോ ഒക്കെ ഇൻട്രൂസീവിന് എക്സാമ്പിൾ ആണ്. എക്സ്ട്രൂസീവിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബസാൾട്ട്, റയോലൈറ്റ്, പ്യൂമിസ്, സ്കോറിയ, ഒബ്സിഡിയൻ, ഇതെല്ലാം എക്സ്ട്രൂസീവ് അല്ലെങ്കിൽ വോൾക്കാനിക്കിന് എക്സാമ്പിൾ ആണ്. ഇത് പ്ലൂട്ടോണിക് അല്ലെങ്കിൽ ഇൻട്രൂസീവ്. ഇനി ഫെൽസിക് ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ മറ്റൊരു പേര് അസിഡിക്, ഫെൽസിക് അല്ലെങ്കിൽ അസിഡിക് അല്ലെ. സിലിക്ക കൂടുതലുള്ള റോക്സിനെയാണ് നമ്മൾ ഫെൽസിക് അല്ലെങ്കിൽ അസിഡിക് എന്ന് വിളിക്കുന്നത്. ഇനി മുകളിലത്തെ ഇത് വെച്ച് ചോദിക്കാം, ഇൻട്രൂസീവിന്റെ തരികളുടെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം എന്നാൽ അത് ഭൂമിക്കുള്ളിൽ സ്ലോലിയാണ് തണുക്കുന്നത്, ഗ്രാനൈറ്റ്, ഗാബ്രോ ഒക്കെ. എന്നാൽ എക്സ്ട്രൂസീവ് വളരെ വേഗം തണുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ തരികളുടെ വലിപ്പം വളരെ കുറവായിരിക്കും. വേഗം തണുക്കുന്നതുകൊണ്ട് തരികളുടെ വലിപ്പം കുറവായിരിക്കും എക്സ്ട്രൂസീവിന്. ഇൻട്രൂസീവ് അത് വളരെ സ്ലോലിയാണ് തണുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഈ ഗ്രെയിൻസിന്റെ വലിപ്പം, തരികളുടെ വലിപ്പം കൂടുതലായിരിക്കും. ഇനി ഫെൽസിക്കും മാഫിക്കും, ഫെൽസിക്ക് നമുക്ക് അസിഡിക് എന്ന് പറയാം, മാഫിക്ക് നമുക്ക് ബേസിക് എന്ന് പറയാം. ഫെൽസിക്, അസിഡിക്കിനകത്ത് സിലിക്ക കൂടുതലാണ്. ഗ്രാനൈറ്റ്, റയലൈറ്റ്, പെഗ്മറ്റൈറ്റ് ഒക്കെ ഫെൽസിക്കിനകത്ത് വരും. മാഫിക്കിനകത്ത് ബസാൾട്ട്, ഗാബ്രോ, ഡോളറൈറ്റ് ഒക്കെ വരും കേട്ടോ. ബസാൾട്ട്, ഗാബ്രോ, ഡോളറൈറ്റ്. ഇനി മെക്കാനിക്കൽ സെഡിമെന്ററി റോക്കും കെമിക്കലി, ഓർഗാനിക്കലി മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. മെക്കാനിക്കൽ സെഡിമെന്ററി റോക്കിനകത്തും മൂന്നിനകത്തും വരുന്ന ആള് ലൈംസ്റ്റോൺ ആണ്. മെക്കാനിക്കലിനകത്തും കെമിക്കലിനകത്തും അതുപോലെ തന്നെ ഓർഗാനിക്കിനകത്തും വരുന്നത് ലൈംസ്റ്റോൺ ആണ്. അല്ലാതെ അവരുടെ തരം തിരിച്ച് പഠിക്കുമ്പോൾ മെക്കാനിക്കൽ സാൻഡ്സ്റ്റോൺ, കൺഗ്ലോമറൈറ്റ്, ഷെയിലൊക്കെ മെക്കാനിക്കലിനകത്ത് വരുന്നു. കെമിക്കലിനകത്ത് റോക്ക് സാൾട്ട്, ജിപ്സം, ഹാലൈറ്റ്, പൊട്ടാഷ് ഒക്കെ കെമിക്കലി ഫോംഡ് ഇതിനകത്ത് അല്ലെ, നമ്മുടെ റോക്സിനകത്ത് വരുന്നു, സെഡിമെന്ററി റോക്സ്. ഓർഗാനിക്കലിക്കകത്ത് വരുന്നതാണ് ഗീസറൈറ്റ്, ചോക്ക്, കോള്, കോറൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ
ഓർഗാനിക്കലി ഫോംഡ് സെഡിമെന്ററി റോക്സിനകത്ത് വരുന്നു. റോക്സിനെ പറ്റി നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇനി ഈ ഭൂമിക്കടിയിൽ വോൾക്കാനിക് ലാൻഡ് ഫോംസ് ഫോം ചെയ്യാറുണ്ട്, വലിയ പാറകളുടെ രൂപത്തിൽ ഫോം ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഏറ്റവും താഴെ നിങ്ങൾ കണ്ടോ, ഒരു ഓറഞ്ച് ഏറ്റവും താഴെ ഒരു വലിയ മാഗ്മ ചേമ്പർ കണ്ടോ, അത് തണുത്തുറഞ്ഞുണ്ടായതാണ്. ഒരു വലിയ മാഗ്മ ചേമ്പർ തണുത്തുറഞ്ഞുണ്ടാകുന്ന നമ്മുടെ ഇഗ്നിയസ് റോക്സിന്റെ വലിയൊരു പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബാത്തോലിത്ത് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ബാത്തോലിത്ത്. ക്ലിയർ? ഇനി ചെറിയ വെന്റുകളിലൂടെ ഈ ബാത്തോലിത്ത് ക്രസ്റ്റിൽ പലയിടത്തും വന്ന് തണുത്തുറഞ്ഞ് പല ഷേപ്സ് ഫോം ചെയ്യാറുണ്ട്. കണ്ടോ, ഈ തരംഗങ്ങളുടെ രൂപത്തിൽ ലാവ തണുത്തുറഞ്ഞ് അല്ലെങ്കിൽ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ഫാക്കോലിത്ത്. കേട്ടോ, PHACO, ഫാക്കോലിത്സ് എന്നറിയപ്പെടുന്നത് തരംഗങ്ങളുടെ രൂപത്തിൽ. ഇനി ഇത് കണ്ടോ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് കണ്ടോ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് അത് നമ്മൾ സില്ലെന്ന് വിളിക്കുന്നു. സില്ല് കേട്ടോ, സില്ലെന്നോ ഷീറ്റെന്നോ വിളിക്കാറുണ്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഫോം ചെയ്യുന്നതിനെ. ഇനി വെർട്ടിക്കലായിട്ട് തണുത്തുറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈക്ക്. കേട്ടോ, വെർട്ടിക്കലായിട്ട് തണുത്തുറയുന്നതിനെ വിളിക്കുന്ന പേരാണത് ഡൈക്ക്. ഇനി ഇവിടെ കണ്ടോ, ഇതേ ഒരു മകുടത്തിന്റെ രൂപത്തിൽ തണുത്തുറയുന്ന മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ലാക്കോലിത്ത്. ഇനി ഒരു സോസർ ഷേപ്പിൽ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ലാൻഡ് ഫോമാണ് ലോപ്പോലിത്ത്. കേട്ടോ, ഇതിനെ വിളിക്കുന്ന പേരാണത് ലോപ്പോലിത്ത്. ഇത് ലാക്കോലിത്ത്, മറ്റേത് ലോപ്പോലിത്ത്. ഇതെല്ലാം ഭൂമിക്കടിയിൽ കാണപ്പെടുന്ന വോൾക്കാനിക് റോക്സിന്റെ വിവിധ വോൾക്കാനിക് അല്ലെങ്കിൽ മാഗ്മ കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണ്. കേട്ടോ, ഇനി അടുത്തത് എർത്ത് ക്വേക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ P വേവ്സും S വേവ്സും സർഫസ് വേവ്സും പഠിച്ചിരിക്കണം, നിർബന്ധമായി നോക്കിയിട്ട് പോകണം. പ്രൈമറി വേവ്സ് ആണ് P വേവ്സ്, പ്രൈമറി വേവ്സ് എന്നറിയപ്പെടുന്നു. S വേവ്സിനേക്കാൾ ഫാസ്റ്റർ ആണ് ഭൂമിയിൽ, അതുകൊണ്ട് സർഫസിൽ ആദ്യം എത്തും. സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേജിലൂടെ ഇത് കടന്നു പോകും. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് P വേവ്സ് ആണ്. അതുകൊണ്ട് അതിന് ഷാഡോ സോൺ കുറവാണ്, P വേവ് എത്താത്ത സ്ഥലങ്ങൾ കുറവാണ്, അതാണ് ഷാഡോ സോൺ. വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ്. അല്ലെ, വേവ് ഡയറക്ഷൻ ഇതാണെങ്കിൽ അത് പദാർത്ഥങ്ങളുടെ വൈബ്രേഷൻ അതിന് പാരലൽ ആയിരിക്കും. ഇനി S വേവ്സ് എടുക്കാം, സെക്കൻഡറി വേവ്സ് എന്നറിയപ്പെടുന്നു. P വേവ്സിനേക്കാൾ വേഗത കുറവാണ്, അതുകൊണ്ട് P വേവ്സ് എത്തിയിട്ട് അത് സർഫസിൽ എത്തത്തുള്ളൂ. ഒരു ഇതിൽ ഡിക്റ്റേറ്റ് ചെയ്യത്തുള്ളൂ, ഒരു സീസ്മോഗ്രാഫിൽ ഡിക്റ്റേറ്റ് ചെയ്യത്തുള്ളൂ. ഇത് സോളിഡ് സർഫസിലൂടെ മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ കൂടുതൽ നമുക്ക് അറിവ് ലഭിച്ചത് S വേവ്സിനെ പറ്റി സ്റ്റഡി ചെയ്തതിൽ നിന്നാണ്. ഇനി ഷാഡോ സോൺ കൂടുതൽ, ഇത് എത്താത്ത മേഖലകൾ കൂടുതലാണ്. വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ വേവ് ഡയറക്ഷൻ. വേവ് ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ ഇങ്ങനെ ആയിരിക്കും. കേട്ടോ, ഇങ്ങനെ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും വൈബ്രേഷൻ. ഇനി ഇത് രണ്ട് ബോഡി വേവ്സ് ആണ്. ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്ന വേവ്സ്, സർഫസിൽ ഉണ്ടാകുന്ന വേവ്സ് ആണ് ഉപരിതല തരംഗങ്ങൾ, സർഫസ് വേവ്സ് എന്നറിയപ്പെടുന്നത്. രണ്ട് വിധമാണ്. ലവ് വേവ്സ്, ഇങ്ങനെ കോണോട് കോൺ ചേർന്ന് കടന്നു പോകുന്ന തരംഗമാണ് ലവ് വേവ്സ്, പാമ്പ് എഴഞ്ഞു പോകുന്നത് പോലെ സ്നേക്ക് ഷേപ്പിൽ. അടുത്ത രണ്ട് റേലേ വേവ്സ്, ഒരു സർക്കുലർ ഷേപ്പിൽ റോഡിലൊക്കെ ഹമ്പ് കണ്ടിട്ടില്ലേ, അതേപോലെ വേവ്സ് കടന്നു പോകുന്നു, അതാണ് റേലേ വേവ്സ്. ഈ സർഫസ് വേവ്സ് ആണ് ബോഡി വേവ്സിനേക്കാൾ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത്. കേട്ടോ, മോർ ഡിസ്ട്രക്റ്റീവ്, കൂടുതൽ അപകടകാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P ആണോ S ആണോ സർഫസ് ആണോ എന്ന് ചോദിച്ചാൽ സർഫസ് വേവ്സ് ആണ്. ക്ലിയർ? പെട്ടെന്ന് വോൾക്കാനോസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഉയരം കൂടിയ വോൾക്കാനോകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പസിറ്റ് വോൾക്കാനോ. നല്ല ഉയരമുള്ള വോൾക്കാനോസ് ഇല്ലേ, ഓക്കെ, നമ്മുടെ മൗണ്ട് ഫ്യൂജി ഒക്കെ ഇല്ലേ, ഫ്യൂജിയാമ ജപ്പാനിലേക്ക്, അതെല്ലാം കോമ്പോസിറ്റ് വോൾക്കാനോസ് ആണ്. ഇതിന്റെ ഉയരം കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പ്ലോഷൻ വളരെ സ്ലോ ആണ്. ഇതിനകത്തുള്ളത് അസിഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെൽസിക് ആയിട്ടുള്ള സിലിക്കയുടെ അളവ് കൂടിയ ലാവയാണ്. സോ വളരെ സ്ലോലി അത് ഒഴുകത്തുള്ളൂ, എക്സ്പ്ലോഡ് ചെയ്തിട്ട് സ്ലോലി ഒഴുകത്തുള്ളൂ, അല്ലേ, എക്സ്പ്ലോഡ് ചെയ്തിട്ട് വളരെ സ്ലോലി ഒഴുകത്തുള്ളൂ. എക്സ്പ്ലോഷൻ ശക്തമായിരിക്കും കേട്ടോ, എക്സ്പ്ലോഷൻ കുറവാന്നല്ല, എക്സ്പ്ലോഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ കാരണം എന്നാ, ഇവിടെ വന്ന് ഇത് തണുത്തുറയുന്നത് കൊണ്ട് ഇത് അസിഡിക്കാണ്, ഇത് സ്ലോലിയെ മൂവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഹൈലി എക്സ്പ്ലോസീവ് ആയിരിക്കും ഇത്. പക്ഷേ ലാവയുടെ ഫ്ലോ വളരെ സാവധാനമായിരിക്കും, കാരണം അസിഡിക് ആയതുകൊണ്ട് ഇതിന് വിസ്കസ് ആയിട്ടുള്ള ലാവയാണ്, അപ്പോൾ അതൊക്കെ ഒഴുകത്തുള്ളൂ. ഇതാണ് കോമ്പോസിറ്റ് വോൾക്കാനോ. ഈ കോമ്പോസിറ്റ് വോൾക്കാനൊക്കെ ഒത്തിരി ലേയേഴ്സ് കാണും ഇതിനകത്ത്. ആഷിന്റെ ലെയർ, പാറകളുടെ ലെയർ, ഉരുകിത്തീരാത്ത പാറകളുടെ ലെയർ, അങ്ങനെ പല ലെയറുകൾ കാണും. ഇതിനെ പൈറോക്ലാസ്റ്റിക് ലെയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കേട്ടോ, പൈറോക്ലാസ്റ്റിക് ഫ്ലോ അല്ലെങ്കിൽ പൈറോക്ലാസ്റ്റിക് ലെയേഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഇതുണ്ട്, ഷീൽഡ് വോൾക്കാനോ. ഷീൽഡ് വോൾക്കാനോ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ലാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസാൾട്ടിക് ലാവയാണ്, അല്ലെങ്കിൽ നമ്മൾ മാഫിക് ലാവ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബേസിക് ലാവ എന്ന് പറയാം. ബേസിക് ലാവ വളരെ വേഗത്തിൽ ഇതിനകത്ത് ഒഴുകും, നല്ല സ്പീഡിൽ ഒഴുകും, കാരണം വിസ്കസ് അല്ല, അത് സിലിക്കയുടെ അംശം കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി ഉയരത്തിലേക്കല്ല, ഇങ്ങനെ പരന്നാണ് ഉണ്ടാവുന്നത്. കേട്ടോ, ഇങ്ങനെ പരന്ന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പരന്ന് വ്യാപിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ് ഏത് ഷീൽഡ് വോൾക്കാനോസ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ? ഇനി
ഈ വോൾക്കാനോയുടെ ആ മുകൾ വശം, ആ വെന്റ് ഉണ്ടല്ലോ, ആ വെന്റിലേക്ക് ജലം വന്ന് നിറഞ്ഞിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്ത് തകർന്നടിഞ്ഞ് അതിനകത്തോട്ട് തന്നെ വീഴും. ആ വോൾക്കാനിക് ഉള്ളിലേക്ക് തന്നെ അതിന്റെ ആ മുഖമില്ലേ, അത് അങ്ങോട്ട് തന്നെ തകർന്നടിഞ്ഞ് വീഴും. ഇങ്ങനെയുള്ള വോൾക്കാനസ് നമ്മൾ വിളിക്കുന്ന പേരാണ് കാൾഡറാസ്. ഇവിടെ ഒരു വലിയ ക്രേറ്റർ രൂപം കൊള്ളും. മനസ്സിലായോ? ഇതാണ് കാൾഡറാസ്. ഇനി നാലാമത്തെ നമ്മുടെ ഡെക്കാൻ പീഠഭൂമി പോലെയുള്ള പ്രദേശങ്ങൾ, ഇതിനെ ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് എന്നാണ് വിളിക്കുന്നത്. ബസാൾട്ട് പ്രൊവിൻസസ് ആണിത്. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ, പതിനായിരക്കണക്കിന് വർഷങ്ങൾ ബസാൾട്ടിന്റെ ഒഴുക്കുണ്ടായി. അത് പല ലെയറുകളായിട്ട് ബസാൾട്ട് ഫോം ചെയ്ത് ലക്ഷക്കണക്കിന് പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിക്കും. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ലാവ ഒഴുകും. ലക്ഷക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ മേഖലകളിലേക്ക് ബസാൾട്ട് വ്യാപിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ബസാൾ പ്രൊവിൻസസ്, അങ്ങനെ പ്രദേശങ്ങൾ ബസാൾ പ്രൊവിൻസസ് എന്ന് വിളിക്കുന്നു. ഡെക്കാൻ പീഠഭൂമിയിൽ എങ്ങനെയാണ് ഡെക്കാൻ പീഠഭൂമി എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നൊക്കെ ഞാൻ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. റിയൂണിയൻ ഹോട്ട്സ്പോട്ടിലൂടെ ഇന്ത്യൻ പ്ലേറ്റ് ഗോണ്ട്വാന ലാൻഡിൽ നിന്ന് വേർപെട്ട് ഈ റിയൂണിയൻ ഹോട്ട്സ്പോട്ടിന്റെ മുകളിലൂടെ കടന്നു പോയ സമയത്താണ്, ഹോട്ട്സ്പോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്, വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ധാരാളം ലാവ പുറത്തു വരാൻ, അത് ആക്റ്റീവ് ആയിട്ടുള്ള മേഖലയാണ് അല്ലെ, വോൾക്കാനിക് ആക്റ്റീവ് ആയിട്ടുള്ള മേഖലയാണ്. സോ അവിടെ നിന്ന് ധാരാളം ലാവ പ്രവാഹം നടന്നു ഇന്ത്യയുടെ ഭാഗത്തേക്ക്. അങ്ങനെയാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് റിയൂണിയൻ ഹോട്ട്സ്പോട്ടിന്റെ ഭാഗത്ത്. മഡഗാസ്കർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഗോണ്ട്വാന ലാൻഡിൽ നിന്ന് വേർപെട്ട് ഫൈനലി മഡഗാസ്കറിൽ നിന്ന് വേർപെട്ട് നമ്മൾ നോർത്തിലേക്ക് മൂവ് ചെയ്ത സമയത്താണ് ഇത് റിയൂണിയൻ ഹോട്ട്സ്പോട്ടിന് മുകളിലൂടെ കടന്നു വരേണ്ടി വന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ലാവാ പീഠഭൂമി ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്ന് ഏതറിയപ്പെടുന്നു? ഡെക്കാൻ പീഠഭൂമി അറിയപ്പെടുന്നു. ക്ലിയർ? ഫൈനലി നിങ്ങൾ കാറ്റുകൾ കൂടി പഠിച്ചിട്ട് പോവുക. വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് കാറ്റുകൾക്കകത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടത് 30 to 0 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യുന്ന കാറ്റുകൾ അല്ലേ. എന്താ ഇവരെ വിളിക്കുന്നത്? ട്രേഡ് വിൻസ് എന്ന് വിളിക്കുന്നു അല്ലേ. ട്രേഡ് വിൻസിന്റെ ഭാഗത്ത് ഇവിടെ ഒരു സൈക്ലിക് ആയിട്ടുള്ള മൂവ്മെന്റ് നടക്കുന്നുണ്ട് വിൻഡിന്റെ. അതായത് ഇതുണ്ട്, 0 ഡിഗ്രിക്ക് അടുത്താണ് ITCZ ഉള്ളത്. ട്രേഡ് വിൻസ് കൊളൈഡ് ചെയ്യുന്ന, കൺവേർജ് ചെയ്യുന്ന ഭാഗത്തെ ITCZ എന്ന് വിളിക്കുന്നത്. ITCZ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡോൾഡ്രംസിനുള്ളിലാണ്. 5 ഡിഗ്രി വരെ ഡോൾഡ്രംസാണ്. അതുകൊണ്ട് ITCZ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഡോൾഡ്രംസിന്റെ ഭാഗത്താണ് ITCZ ഉള്ളത്. ഡോൾഡ്രംസിന്റെ നടുക്കായിട്ട് ഉള്ളിലായിട്ട് വരും അല്ലെ. ഇവിടെ നിന്ന് വായു ഉയർന്ന് മുകളിലേക്ക് പോയി വശങ്ങളിലേക്ക് ചലിച്ച് 30 ഡിഗ്രി പോയി പതിക്കുന്നുണ്ട്. 30 ഡിഗ്രിയുടെ ഭാഗത്ത് പോയി പതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോം ചെയ്യുന്ന സെല്ലിനെ നമ്മൾ ഹാർട്ട്ലി സെൽ എന്നാണ് വിളിക്കുന്നത്. അതായത് ചാക്രിക ചലനം, അന്തരീക്ഷ വായുവിന്റെ ചാക്രിക ചലനം ഇവിടെ ഇങ്ങോട്ടേക്ക് കൂടിച്ചേർന്ന് മുകളിലേക്ക് ഉയരുന്നു, വശങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു, വീണ്ടും 30 ഡിഗ്രി പോയി വായു പതിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ചാക്രിക ചലനം അന്തരീക്ഷ വായുവിന്റെ നടക്കുന്നുണ്ട്. അതിനാണ് ഹാർട്ട്ലി സെൽ എന്ന് വിളിക്കുന്നത്. 30യിൽ നിന്ന് 60ലേക്കുള്ള എയർ മൂവ്മെന്റ് ഉണ്ട് ഇങ്ങനെ അല്ലെ. ഈ കാറ്റിനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റർലീസ്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? വെസ്റ്റർലീസ്. 30യിൽ നിന്ന് 60ലേക്കുള്ള എയർ മൂവ്മെന്റ്, അതിനെയാണ് വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നത് അല്ലെ. വെസ്റ്റർലീസ് ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന എവിടെ? സദേൺ ഹെമിസ്ഫിയറിലാണ്. റോറിംഗ് 40, ഫ്യൂരിയസ് 50, സ്ക്രീമിംഗ് 60 എന്നൊക്കെ അറിയപ്പെടുന്നത് വെസ്റ്റർലീസ്, സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റർലീസിനെയാണ്. കാരണം അവിടെ എന്തില്ല, സീ സർഫസ് ആണ് കൂടുതൽ, ലാൻഡ് സർഫസ് കുറവാണ്. ഇനി 90യിൽ നിന്ന് 60ലേക്കുള്ള എയർ മൂവ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ വിൻഡ് ഉണ്ടോ? 90യിൽ നിന്ന് 60ലേക്കുള്ള ഇതിനെ വിളിക്കുന്ന പേരെന്താ? പോളാർ ഈസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നു. ഇതിനെന്താ വിളിക്കുന്നത്? പോളാർ ഈസ്റ്റേർലീസ്. 30ക്ക് 60ക്കും ഇടയ്ക്കുള്ള സെല്ല് ഫെറൽ സെല്ലാണ്. 60ക്ക് 90ക്കും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന സെല്ല് പോളാർ സെല്ലാണ്. ഹാർട്ട്ലി, ഫെറൽ, പോളാർ കേട്ടോ. ഈ വിൻഡിന്റെ മൂവ്മെന്റ് ഉണ്ടോ, വിൻഡിന്റെ സൈക്ലിക് മൂവ്മെന്റ്സിനെ നമ്മൾ സെല്ലെന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു സൈക്ലിക് മൂവ്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു സൈക്ലിക് മൂവ്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു സൈക്ലിക് മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിനെ സെൽസ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിളിക്കുന്നത്. ക്ലിയർ? അത് കൃത്യമായിട്ട് ഈ ഒരു ചിത്രത്തിനകത്ത് 3 കാറ്റുകളും ഏതൊക്കെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗത്തൂടെ കവർ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ കടലിന്റെ ഭാഗത്തൂടെ വരുന്നുണ്ടെന്നൊക്കെ ഉള്ളതിന്റെ ചിത്രമാണ്. നേരത്തെ പറഞ്ഞ ചിത്രം തന്നെ. ഇനി നമുക്ക് ഇതിനെ പറ്റിയും കൂടെ പെട്ടെന്ന് പറയേണ്ടത് നമ്മുടെ ലോക്കൽ വിൻസ് ആണ്. ലോക്കൽ വിൻസ് ചിനൂക്ക് എന്ന് പറയുന്ന ലോക്കൽ വിൻഡ് ഉണ്ട്. ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ചിനൂക്ക് എവിടെയാണ്? നോർത്ത് അമേരിക്കയിലാണ് അല്ലെ. നോർത്ത് അമേരിക്കയിൽ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലേക്കാണ് ചിനൂക്ക് വീശുന്നത്. പിന്നെ യൂറോപ്പില് കോൾഡ് കറണ്ട്, യൂറോപ്പിലെ ഒരു കോൾഡ് വിൻഡാണ്, കോൾഡ് ലോക്കൽ വിൻഡാണ്, തണുത്ത ശീതക്കാറ്റാണ് മിസ്ട്രൽ എന്ന് പറയുന്നത്. മിസ്ട്രൽ അല്ലെ. ബോറ അത്തരത്തില് ഒരു എന്താണ് കോൾഡ് ലോക്കൽ വിൻഡാണ്. പിന്നെ ഇവിടെ അങ്ങോട്ട് പോകുന്ന ഫൊന്നെന്ന് പറയുന്ന FOEHN കേട്ടോ, ഫൊന്നെന്ന് പറയുന്ന ഒരു വാം വിൻഡുണ്ട്. ഓക്കെ, ഒരു ലോക്കൽ വിൻഡിൽ തന്നെ ചൂട് ലോക്കൽ വിൻഡ് എന്ന് പറയാം അല്ലെ. ചൂട് ഉഷ്ണവാദം കേട്ടോ, പ്രാദേശികവാദം. ഫൊന്നെന്ന് പറയുന്ന ഒരു പ്രാദേശികവാദമുണ്ട്. ആഫ്രിക്കയിൽ ഒരു ഉഷ്ണവാദമുണ്ട്, ഹർമട്ടൺ എന്നാണ് അതിന്റെ പേര്, ഡോക്ടർ എന്ന് അതിന് വിളിപ്പേരുണ്ട്. ഫൊന്ന് യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഫൊന്ന് യൂറോപ്യൻ ചിനൂക്ക്, ഇതിനെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. എങ്ങോട്ടാ വരുന്നത് കണ്ടില്ലേ? അറ്റ്ലാന്റിക്കിന്റെ ഈ ഒരു പോർഷനിലേക്ക് കേട്ടോ. ഗിനിയ കോസ്റ്റ് എന്ന ഈ കോസ്റ്റിനെ വിളിക്കുന്നത്. ഇനി
അതല്ലാതെ പ്രധാനപ്പെട്ട യൂറോപ്പിലെ മറ്റ് ഇത് പറഞ്ഞിട്ടുണ്ട്. സിറോക്കോ ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത്? സിറോക്കോ പറഞ്ഞായിരുന്നല്ലോ, സിറോക്കോ മെഡിറ്ററേനിയൻ്റെ ഭാഗത്തേക്കാണ്. മിസ്റ്ററല്ല ഇത് ഇങ്ങോട്ട് വരുന്നു. പിന്നെ ഈ സ്പെയിൻ്റെ ഒക്കെ ഈ ഭാഗത്തുണ്ട് ലെവാൻഡർ കേട്ടോ, ലെവാൻഡർ എന്നൊക്കെ വിളിക്കുന്നത് ഈ സ്പെയിൻ്റെ ഒക്കെ ഭാഗത്തുള്ള ഒരു ലോക്കൽ വിൻഡാണ്. ഇനി ആഫ്രിക്കയുടെ ഈസ്റ്റിലെടുത്തിട്ട് ഇവിടെ കണ്ടോ, ഈ ഭാഗത്തായിട്ട് ആ സഹാറ മരുഭൂമിയുടെ ഭാഗത്ത് നിന്ന് മെഡിറ്ററേനിയൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഗിബ്ലി എന്ന് പറയുന്ന റീസെൻ്റ് ആയിട്ട് ഒരു ആപ്പ് ഇല്ലായിരുന്നോ? ഇത് കണ്ടോ, ഇത് GHILB ആണ്, ഗിൽബി ആണ്. ഗിബ്ലി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, വന്നത് ഓർക്കുന്നുണ്ടോ? സോ അത് അങ്ങനത്തെ ഒരു പേര് കേട്ടോ, ഗിൽബി. പിന്നെ സിറോക്ക പറഞ്ഞു, പിന്നെ വേറെ ഏതാ പറഞ്ഞേ? അങ്ങനെ പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ വിൻസ് നോക്കിയിട്ട് പോവുക. അവസാനമായിട്ട് വേൾഡ് ക്ലൈമറ്റിൽ നിന്ന് ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് പ്രദേശങ്ങളെ വേൾഡ് ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷനകത്ത് A എന്ന ലെറ്റർ കൊണ്ട്, ക്യാപിറ്റൽ ലെറ്റർ A എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളെ കാലാവസ്ഥ കേട്ടോ, മേഖലാ പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ A എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ നല്ല മഴയുള്ള ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള പ്രദേശങ്ങൾ AF എന്ന ലെറ്റർ കൊണ്ടും, ഡ്രൈ സീസൺ അവർക്കില്ല. മൺസൂൺ ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ, ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഇന്ത്യയിലെ മൺസൂൺ ലഭിക്കുന്ന പ്രദേശങ്ങൾ AM എന്നും, ഇനി ട്രോപ്പിക്കൽ റീജിയനിൽ തന്നെ മഴ കുറവുള്ള പ്രദേശങ്ങളെ AW എന്നും മാർക്ക് ചെയ്യാറുണ്ട്. സോ ഇതൊന്ന് നോക്കിയിട്ട് പൊക്കോണം. A എന്ന് പറയുന്നത് ഉഷ്ണമേഖല, ട്രോപ്പിക്കൽ റീജിയൻസിന്റെ ക്ലൈമറ്റിനെ കെപ്പൻ ക്ലാസിഫിക്കേഷൻ പ്രകാരം ക്ലാസിഫൈ ചെയ്യുന്നത് A എന്ന ലെറ്റർ കൊണ്ടാണ്. അതിന് നല്ല മഴയുള്ള ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശങ്ങൾ AF എന്നും, ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങൾ AM എന്നും, ട്രോപ്പിക്കൽ വെറ്റ് ആൻഡ് ഡ്രൈ അതായത് വരണ്ട പ്രദേശങ്ങളെ എന്താ വിളിക്കുന്നത്? AW എന്നും വിളിക്കുന്നു. ക്ലിയർ? ഇനി നോക്കിക്കേ, ഇതാണ് ട്രോപ്പിക്സ്. അതിൻ്റെ മധ്യഭാഗം, ട്രോപ്പിക്സിൻ്റെ മധ്യഭാഗം ഉണ്ടോ, ഇവിടമാണ് എന്തുള്ളത്? നമ്മുടെ AF ക്ലൈമറ്റ് ഉള്ളത് കേട്ടോ, AF ക്ലൈമറ്റ് ഉള്ളത്. ഇനി അതിനടുത്തായിട്ട് മൺസൂൺ ലഭിക്കുന്ന പ്രദേശങ്ങളെ ഏത് ലെറ്റർ കൊണ്ട്? AM എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് മഴ കുറവുള്ള പ്രദേശങ്ങളെയാണ് AF എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. AF എന്നുകൊണ്ട് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ ഭൂമിയിൽ ഇവിടെയൊക്കെയായിട്ട് വരും. അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലും താഴെയുമായിട്ട്. ഇന്ത്യയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ ആഫ്രിക്കയിൽ അത് ഇച്ചിരി കൂടുതലാണ്. ഇതിനെ നമുക്ക് സാവന്ന ക്ലൈമറ്റ് എന്നുകൂടി വിളിക്കാറുണ്ട് കേട്ടോ. ഇതിനെ സാവന്ന ക്ലൈമറ്റ് എന്നുകൂടി വിളിക്കാറുണ്ട്. ക്ലിയർ? ഇനി മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എപ്പോഴും ചോദിക്കാറുണ്ടോ? ഇപ്പം ഡിവിഷണൽ അക്കൗണ്ടന്റും ചോദിച്ചായിരുന്നു. മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് CS എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എവിടേക്കാ? സെൻട്രൽ കാലിഫോർണിയ, സെൻട്രൽ ചിലി, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയ, ഇവിടങ്ങളിലേക്കാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത്. മെഡിറ്ററേനിയൻ ക്ലൈമറ്റിന്റെ പ്രത്യേകതയൊക്കെ എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും മെഡിറ്ററേനിയൻ സീയുടെ അടുത്താണ്, അല്ലെങ്കിൽ കോണ്ടിനൻസിന്റെ വെസ്റ്റ് കോസ്റ്റിലായിട്ട്, പ്രത്യേകിച്ച് സബ് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിൽ 30 ഡിഗ്രിക്കും 40 ഡിഗ്രിക്കും ഇടയ്ക്കൊക്കെയുള്ള പ്രദേശങ്ങളിൽ കോണ്ടിനൻസിന്റെ വെസ്റ്റ് സൈഡിലായിരിക്കും മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അനുഭവപ്പെടുന്നത്. എങ്ങനത്തെ ക്ലൈമറ്റ് ആണ്? ഇതിന്റെ മഴ സാധാരണ നമുക്ക് സമ്മർ സീസണിൽ മഴ കിട്ടാറുണ്ട്. ഇവിടെ മഴ വളരെ ഡ്രൈ ആണ് കേട്ടോ. വളരെ ഡ്രൈ ആയിട്ടുള്ള സമ്മർ സീസണാണ് ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റുകാർക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ? സോ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന റീജിയൻസ് ഇതൊക്കെയാണ് കേട്ടോ. ഈ ഭാഗമാണ്. പിന്നെ ഇത് വെസ്റ്റേൺ കാലിഫോർണിയ അല്ലേ, പിന്നെ സെൻട്രൽ ചിലി ഉണ്ടോ, സെൻട്രൽ ചിലി, ഓസ്ട്രേലിയയുടെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടോ. ഇവിടേക്കാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് പോകേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള മേഖലകൾ. വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ പ്രത്യേകിച്ച് നദികൾ, നമ്മുടെ ഹിമാലയ റിവേഴ്സ്, അത് ഞാൻ 3 മണിക്കൂറിൻ്റെ ലൈവ് സെഷനകത്ത് അത് എടുത്തിട്ടുണ്ടായിരുന്നു. നദികൾ നോക്കുക. പിന്നെ നിങ്ങൾ പ്ലസ് വൺ ബുക്കിനകത്ത്, പ്ലസ് വൺ ടെക്സ്റ്റിനകത്ത് ഫിസിയോഗ്രഫി ഇല്ലേ, ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞ പാഠമില്ലേ, നോർത്തേൺ മൗണ്ടെയിൻസ് തൊട്ട് ഐലൻഡ്സ് വരെ ആ ടെക്സ്റ്റിനകത്തുണ്ട്. പ്ലസ് വൺ ടെക്സ്റ്റിനകത്ത് അത് തന്നെ വായിക്കണം. അതിനകത്തൊന്നും നമുക്ക് ഡിഗ്രി ലെവലിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്. പ്ലസ് വൺ ടെക്സ്റ്റിൽ നോർത്തേൺ മൗണ്ടെയിൻസ് തൊട്ട് ഐലൻഡ്സ് വരെ പഠിപ്പിക്കുന്ന പാഠം 2ാമത്തെ പാഠമാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഹെഡിങ് നോക്കിയാൽ മതി, ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റി പഠിപ്പിക്കുന്ന പാഠം. 3ാമത്തെ പാഠമാണ് ഡ്രെയിനേജ്, നമ്മുടെ നദികളെ പറ്റി പഠിക്കുന്ന പാഠം. സോ 2ാമത്തെ പാഠം തന്നെ അത് നന്നായിട്ട് വായിച്ചിട്ട് പോകാനായിട്ട് ഒന്ന് പഠിച്ച് കാണുമായിരിക്കും. നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ജോഗ്രഫിയിൽ നിന്ന് മാർക്ക് പോകാതിരിക്കാനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയത്തിനകത്താണ് ജോഗ്രഫി വരുന്നത്. എങ്ങനെ എവിടുന്ന് ചോദ്യം വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പുസ്തകത്തിനകത്തുനിന്ന് ചോദിക്കാം, ചിലപ്പോൾ പുസ്തകത്തിന് പുറത്തുനിന്ന് ചോദിക്കാം. എനിവേ, എന്നെ കൊണ്ടാവുന്ന പോലെ എൻ്റെ പരമാവധിയിൽ കഴിവിൽ കൂടുതൽ ഞാൻ ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളിലേക്ക് എത്തിക്കാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം നമുക്ക് എക്സാം കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാം. അതേ നടക്കത്തുള്ളൂ. വരുന്ന പോലെ കാണട്ടെ അല്ലേ, വരുന്ന പോലെ വരട്ടെ അന്ന് ഉള്ള രീതിയിലേക്ക് പോകാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. നല്ല പഠിപ്പിച്ചതേ വരാവുള്ളതെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ചത് അല്ലെ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ചോദിക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങനെയാണ്, എല്ലാ അധ്യാപകരുടെയും.
അത് തന്നെയാണ് എനിക്കും ഉള്ളത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അല്ലേ. നമ്മൾ പഠിച്ചത് മാത്രം വരട്ടെ. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ അവസാനമായിട്ട് എക്സാമിന് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവരും നന്നായിട്ട് നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാവരും ജയിക്കട്ടെ കേട്ടോ. താങ്ക് യു.